ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രേണു സുതി എന്ന് പറയുന്ന അലവലാതി യസ്മുഞ്ചി പന്നിമോറിയുടെ വീഡിയോ കാണാനിടയായി. അടങ്കമട്ടെ നീ ഉനക്ക് കിടച്ചതെല്ലാം പറ്റതില്ലേ, ഉനക്ക് പോറാത് ഞാൻ തരുവേനു ഉനക്ക്. ആ ലേഡിയുടെ വീഡിയോസ് ഞാൻ ഇനി എടുക്കത്തില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ വഴിക്ക് പോയാലും ഈ എച്ചക്കല തള്ള ഒഴിവാക്കി വിടാമെന്ന് വിചാരിച്ചു. എടി സെഫീന ബിബി എന്ന് പറയുമ്പോൾ റീച്ച് കിട്ടുന്നത് നിനക്കാണ്. അതുകൊണ്ടാണ് നീ അടിക്കടി എൻ്റെ പേരിങ്ങനെ പരാമർശിക്കുന്നത്. നിനക്ക് എന്ത് അവകാശമുണ്ട് എൻ്റെ പേര് പറയാൻ? ഞാൻ നിന്നെ ഏത് വകയിലാണ് ബന്ധമുള്ളത് പറഞ്ഞു? നിന്നോട് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരമില്ല. നിന്റെ അണ്ണാക്കി പിരിവെട്ടി കള്ളുകുടിച്ചിയായ തോന്നിവാസിയായ നടക്കുന്ന നിനക്ക് ഞാൻ എന്ത് മറുപടിയാണ് ഈ തരിയിട്ടത്? പിന്നെ എന്നെ കണ്ടാൽ എന്തോ പേപ്പട്ടി എന്നാ പട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അടി പന്നിയൊക്കെ അങ്ങനെ പലതും തോന്നും. അപ്പുറത്തിപ്പുറത്തൊക്കെ നിൽക്കുന്ന സിംഹത്തിനെയും പുലിയൊക്കെ കാണുമ്പോഴത്തേക്ക് പട്ടി എന്നൊക്കെ തോന്നും. സ്വാഭാവിക. അത് പന്നികളുടെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് കട്ട് തിരുന്ന പന്നിയൊക്കെ അങ്ങനെയൊക്കെ തോന്നും വഴി. അത് എൻ്റെ കുഴപ്പമല്ലത്, എൻ്റെ കണ്ണുകളുടെ കുഴപ്പമാണ്. അണ്ടർസ്റ്റാൻഡ്. പിന്നെ എന്താ ബഹ്റിൻ, കൽക്കട്ട, അമേരിക്കയൊക്കെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാവുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വാല്യൂ ഉണ്ടാവേണ്ടത് നമ്മുടെ മറ്റേ ചാനലുകാരനല്ലേ, അയ്യോ ആ ചാനലിൻ്റെ പേര് മറന്നുപോയി, യാത്രയൊക്കെ നടത്തുന്ന ഒരാളുണ്ടല്ലോ, പുള്ളിയാണ്. പുള്ളി പോകാത്ത രാജ്യങ്ങളുണ്ട്. ബാർ ഉദ്ഘാടനം നടത്താൻ നടക്കുന്ന ഒരു ബാർ ഡാൻസർ റെഡിക്ക. നിങ്ങളെല്ലാവരും വിചാരിക്കുന്ന കണക്കും അല്ലെങ്കിൽ ചിന്തിക്കുന്ന കണക്കും ഞാൻ ഒരുപക്ഷെ അവൾക്ക് മറുപടി കൊടുക്കാത്തതെന്നാണ്. സത്യം പറയാല്ല, ആ സ്ത്രീക്ക് എന്നെ കൊണ്ട് റീച്ചാണ് ഉദ്ദേശം. അതല്ലാതെ അവർ വിചാരിക്കുന്നത് അവരെന്തോ സംഭവമാണ് എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പ്രസിദ്ധിയും കുപ്രസിദ്ധിയും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. നമ്മളൊക്കെ പ്രസിദ്ധി ഏറ്റവരാണ്, അല്ലാതെ അവരെ പോലെ കുപ്രസിദ്ധിയിൽ കൂടെ മുന്നോട്ട് വന്നവരല്ല. ഭർത്താവിനെ വിറ്റ് തിന്നിട്ടുമില്ല, ഭർത്താവിന്റെ ശവം വിറ്റ് തിന്നിട്ടുമില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ത്രീക്ക് ഞാൻ മറുപടി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയത് കൊണ്ടാണ് മൗനമായിട്ടിരിക്കുന്നത്. പിന്നെ കുറെ പേരൊക്കെ പറഞ്ഞപ്പോൾ ബിഷപ്പ് എന്നൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ടോ, നല്ല കാര്യം. ബിഷപ്പിന് അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അദ്ദേഹത്തിന് ബിഷപ്പ് എന്ന് തന്നെ ഒരു പ്രൊനൗൺസ് ചെയ്യുന്ന ബിഷപ്പാമ്പെന്നുള്ളത് മാറ്റിയിട്ട് വിവാദങ്ങൾ എന്ന് പറഞ്ഞ റീച്ച് ആണ് ഏറ്റവും വലുത്. ഒരു കേരളത്തിൽ ഒരു പുതിയ വ്ളോഗർ അല്ലെങ്കിൽ പുതിയ ഒരാൾക്ക് ഫേമസ് ആകണമെങ്കിൽ അല്ലെ റീച്ച് കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയുള്ള എന്താണെന്ന് അറിയാൻ വേണ്ടി എന്താ അടി ഉണ്ടാക്കണം അല്ല, രേണുസുതിയെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കാം, രണ്ട് ചീത്ത പറയാ, അവിഹിതം പറയാ രേണുസുതി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് രണ്ട് ചീത്ത പറഞ്ഞ് രേണുസുതി എത്രത്തോളം തരം താഴ്ത്താവോ അത്രത്തോളം തരം താഴ്ത്തി അവർക്ക് റീച്ചാണ്. 250K സബുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിന് മുമ്പ് തന്നെ 107K സബ് ഉണ്ടായിരുന്നു എൻ്റെ ചാനലിന്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുപാട് കാലമായി. സ്പെഷ്യലി യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2019 ഞാൻ യൂട്യൂബ് തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത്രയും കാലം ഞാൻ റീച്ച് ആയിട്ടില്ല. ഈ എന്തരച്ചി കൊണ്ടാണ് ഞാൻ റീച്ചായി എന്ന് പറയുന്നിടത്ത് ഒരു മറുപടിയും പറയാതിരിക്കുന്നതിന് സേഫ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് മിണ്ടായിരുന്നത്. ചെക്കപ്പ് ഉണ്ണിത്തൻ കഴുത്തിന് ചുറ്റും നാക്ക്, അതിൻ്റെ തള്ളകാരിയും അവൾക്ക് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പിഴച്ചു പോണത്. ഈ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ബ്ലോഗർമാർ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോഴും എല്ലാരും എന്തിനാ രേണുവിന് മാത്രം ഫോക്കസ് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാരും അങ്ങനെ അല്ലടാ, കുറെ നല്ല ആൾക്ക് സജിന ചേച്ചി അതുപോലെ കുറച്ച് പേരുണ്ട് കേട്ടോ എനിക്ക് അനുകൂലമായിട്ട് ബ്ലോഗ് ചെയ്യുന്നത്. അപ്പം അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റാളുകൾ ആയിരിക്കണം, റീച്ച് കിട്ടാൻ വേണ്ടിട്ട് തന്നെയാണ്. അതെന്തിനാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് വീഡിയോസ് ആയിട്ട് കാണുന്നുണ്ട് രേണു ചേച്ചി ഒരു മദ്യപാനിയാണ് എന്ന് പലരും പറയുന്നുണ്ട്. അതിനെ കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? രേണു ചേച്ചി തികഞ്ഞ ഒരു മദ്യപാനിയാണെന്നും. രേണു ചേച്ചി മാത്രമല്ല മോളെ, രേണു ചേച്ചിയുടെ ചത്തുപോയ കെട്ടിയവനും രേണു ചേച്ചിയുടെ തന്തയും ഒക്കെ നല്ല മുക്കുടിയന്മാരാണ്. പക്ഷെ രേണു ചേച്ചി ഈ വീഡിയോക്കകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അച്ചായത്തികൾ കുറച്ച് കുടിക്കാറൊക്കെ ഉണ്ടെന്ന്. ഏത് വകയിൽ നീ അച്ചായത്തി? എടി ഇപ്പോഴല്ലേ എടി നിന്റെ തന്ത മതം കൂടിയത്? അതിന് മുമ്പ് വരെ നിന്റെ തന്ത എന്ന് പറയുന്ന ആള് അങ്ങ് മൈക്കാട് ഗോപാലൻ തമിഴ്നാട്ടിലുള്ള ആളായിരുന്നു. തമിഴ്നാട്ടിൽ എവിടെയാണടി ഈ ഇച്ഛായ മഹാത്മ്യ? കോട്ടയത്തുള്ള ഇച്ഛായന്മാരെന്ന്. നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരല്ലേ? ഞാൻ എൻ്റെ കൃത്യമായ ചരിത്രം പറഞ്ഞായിരുന്നല്ലോ. അവിടുന്ന് ഇവിടെ വന്ന് ബന്തക്കോസിലേക്ക് കയറിയ നിങ്ങൾ കള്ളുകുടിയന്മാരാണോ? ഏതൊരു കാത്തോലിക്കൊക്കെ കുടിക്കും, കത്തോലിക് ആ റിലേറ്റഡ് ആയിട്ടുള്ളവരൊക്കെ തിരുപ്പുലം മദ്യപിക്കും. പിന്നെ ഈ പറയണ എന്താ പറയണ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർ സ്വാഭാവികമായിട്ട് തണുപ്പ് മാറ്റാനും അത്യാവശ്യം അവർ കഴിക്കും. നല്ല അധ്വാനികളാണ്. അപ്പോൾ അധ്വാന ഭാരം കൊണ്ടുണ്ടാകുന്ന വേദനകൾക്ക് ശമനം കിട്ടാൻ അല്പം മദ്യപിക്കുന്നത് അവരുടെ ശീലം തന്നെയാണ്. പിന്നെ അതുപോലെ വൈൻ അതവർ കഴിക്കും. അതിനപ്പുറം മാജിക് മൊമെന്റ് അടിക്കുന്ന ഒരു പ്രത്യേകതരം ശുന എന്ന് പറയാടി കള്ളുകുടിയന്റെ പെണ്ടാട്ടി, കള്ളുകുടിയന്റെ മൂന്നാമത്തെ പെണ്ടാട്ടി.
അതാണ് കറക്റ്റ്. ആ പോയിന്റാണ് കറക്റ്റ്. കള്ളുകുടിയൻ്റെ മൂന്നാമത്തെ പെണ്ടാട്ടിയായ നീ വെറും ഒരു കള്ളുകുടിച്ചിയാണെന്ന് ഞാനല്ലടി പറഞ്ഞത്, നീയാണ്. പിന്നെ ഇവള് പറയുന്ന ഇതിനകത്ത് ഞാൻ മൊത്തം കണ്ടു കേട്ടോ, ഇൻ്റർവ്യൂ മൊത്തം ഇരുന്ന് കണ്ടു. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇവൾ ഏതോ ഒരു ഇതിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടെന്ന്. അന്നും ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അതിനകത്ത് വ്യക്തമായിട്ട് അവൾ പറയുന്നുണ്ട് അവൾ കള്ള് കുടിക്കും എന്നുള്ളത്. ഞാൻ കുടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം പറഞ്ഞതാണ് വൈറലായതെന്ന് പറഞ്ഞു. അന്ന് പറയുമ്പം അത് ഞാൻ മദ്യപിക്കും എന്ന് പറയണത് പറഞ്ഞു. അതൊരു സ്വാഭാവികമായ രീതിയിൽ ഒരു വ്യക്തി പറഞ്ഞതാണ്. ഇതിനകത്ത് അങ്ങനെയല്ലായിരുന്നു, എങ്ങനെ അറിയാം ഞാൻ മദ്യപിക്കുമെന്ന്. ഇതായിരുന്നല്ലോ കുണുക്ക മാജിക് മൊമെന്റിൽ. മാജിക് മൊമെന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? ഞാൻ നല്ലൊരു അടിക്കും. ഇതായിരുന്ന ആറ്റിറ്റ്യൂഡ്. ഇതിനാണ് ആളുകൾ പറഞ്ഞത്. മനുഷ്യരുടെ സിമ്പതിയെ വിറ്റ് ആ സിമ്പതിക്ക് വേണ്ടിയിട്ട് മോങ്ങി കാണിക്കുകയും പക്ക ഫ്രോഡ് ഷോ കാണിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിൽ കൂടെ പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ വെച്ച് ജീവിക്കുന്ന നിനക്ക് നാണയില്ല ഇങ്ങനെ പറയാനെന്ന് നാട്ടുകാർ ചോദിക്കുന്നതിൽ തെറ്റുമില്ല. അതുകൊണ്ട് അവൾ വൈറലായി, നമുക്ക് വയറ്റിലായി. ഇതിന്റെ വയറ്റിലായ കഥയൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. ഞാൻ കൂടെ കേൾക്കാം, കുറച്ചും കൂടെ ഉണ്ട് കേണേ. അതുപോലെ ദുബായില് പാപ്പിലോണിലാണ് ഞാൻ ഫസ്റ്റ് വിദേശ യാത്ര പോയത്. അപ്പം ഞാൻ അവിടെ പോയത്, ഓ എടി നീ ഞരമ്പിലുണ്ടാകുന്നതിന് മുമ്പേ വിദേശയാത്രയിൽ പോയവരാണ് ഞങ്ങളാരും ഈ പെരുമയും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. ഇവള് ഞരമ്പിലുണ്ടാകുന്നെന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് വയസ്സുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരല്ലേ. ഈ മുതുക്കളവിയുടെ കാര്യമില്ല. എൻ്റെ ഉമ്മച്ചി ഉൾപ്പെടെ വിദേശത്തായിരുന്നു, അബുദാബിയിലായിരുന്നു എൻ്റെ ഉപ്പ. അതുകൊണ്ട് തന്നെ ഉമ്മച്ചി ചെറിയ പ്രായത്തിലെ അവിടെ ഉണ്ടായിരുന്നു. ഉമ്മച്ചിയുടെ ചെറിയ പ്രായം എന്ന് പറയുമ്പോൾ ഞാനും ഞരമ്പിലില്ല കേട്ടോ. ആ സമയത്തെ കാര്യമാണ് പറഞ്ഞു. ഇനി അതും പറഞ്ഞുകൊണ്ട് ആളുകൾ വരരുന്നത് കൊണ്ടാണ്. ഗൾഫിൽ പോകുന്നത് ഒരു വലിയ കാര്യമാണെന്ന്. അങ്ങേരെ പേരെന്തുമായിരുന്നു? ഈ വിദേശത്തൊക്കെ നടക്കുന്ന ഒരാളുണ്ടല്ലോ, അതൊന്ന് എഴുതിക്കാണ്. അയാളെ പേര് ഞാൻ മറന്നു. അങ്ങേരാണ് അപ്പം പിന്നെ ഏറ്റവും വലിയ മഹാൻ. 15,000 രൂപ ഉണ്ടെങ്കിൽ ദുബായി പോയിട്ട് വരാം. റിട്ടേൺ ടിക്കറ്റ് കിട്ടും. ഒരു വിസ അവിടുത്തെ ആരത്ത് പറഞ്ഞാൽ അവരെടുത്തും തരും. അവിടെ ചെന്നാൽ ഇത്രത്തോളം സുഹൃത്തുക്കളുണ്ട്. ഒരു ദിവസം ഒന്ന് കിടന്നോട്ടെ എന്ന് വെച്ചാൽ അവർ കിടത്തുകയും ചെയ്യും. ചാപ്പാടും ഫ്രീ ആയിട്ട് കിട്ടും. ആ ഒരു ഇതിനെയാണ് ഞാണുക്കുണി. ബാറിൽ ഡാൻസ് കളിക്കാൻ പോയതിനാണ് നേണുക്കുണി. ഡാൻസ് കളിച്ചാൻ പോയി നുണുക്കുനി. പാപ്പിലോൺ എന്ന് പറഞ്ഞ ബാർ റെസ്റ്റോറന്റ് ആണ്. ഫാമിലി മെമ്പേഴ്സ് വരുന്നതാണ്. അപ്പൊ ഞാൻ ബാർ റെസ്റ്റോറന്റിൽ ഫാമിലി മെമ്പേഴ്സ് വരും. എടി കള്ളു കുടിയന്മാരെ പെണ്ടാട്ടിമാരെ അവിടെ വരും. കാരണം അവന് കുടിക്കണം. അതുകൊണ്ട് അവിടെ ഇഷ്ടമാതിരി റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ എങ്ങും പോകാതെ ഒരു ബാർ റെസ്റ്റോറന്റിലേക്ക് ഭാര്യയും കൂട്ടിയിട്ട് വരുന്നുണ്ടെങ്കിൽ അവനൊരു കുടിയനായിരിക്കും. അപ്പൊ കള്ളു കുടിയന്മാർ വരുന്ന ഒരു സ്ഥലം മാത്രമാണ് അത്. നീ ഇങ്ങനെ വിജിംപ്രതിച്ച് വലിയ വർത്താനം പറയല്ലേടി. ഇവിടെ ചെന്നപ്പോഴും ഇങ്ങനെ ഒരു വിവാദം ഇവിടെ പുറപ്പെട്ടായിരുന്നു. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിച്ച് രേണുസുതി വഴിയിൽ കിടന്നു. അങ്ങനെ വല്ല സംഭവിച്ചായിരുന്നു? അത് നമുക്ക് അങ്ങനെ അറിയാം. നീ അല്ലേ പറയേണ്ടത്. അങ്ങനെ ഒരു ക്യാപ്ഷൻ ഞാൻ എവിടെയും കണ്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടായോടി സത്യമായിട്ട്. അല്ലെ വല്ല ഇമ്മോറൽ ട്രാഫിക്കിനെ മറ്റോ അങ്ങനെ എന്തെങ്കിലും എന്തായാലും അത് കഴിഞ്ഞില്ലേ, ആ ഒരു വിവാദം കഴിഞ്ഞു. പിന്നെ പുതിയതായിട്ട് പൊട്ടിപ്പുറപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ, ക്രിസ്മസിന് രേണുസുതി കഴിക്കുമെന്ന് വെച്ചപ്പോൾ ഞാൻ എന്റെ മനസ്സിൽ കള്ളത്തരം ഒന്നും നിൽക്കത്തില്ലാത്തതും ഞാൻ പുറത്ത് തുറന്ന് പറഞ്ഞു, ഞാൻ വല്ലപ്പോഴും. എന്റെ മനസ്സിൽ കള്ളത്തരം ഒന്നും നിൽക്കൂലെങ്കിൽ നീ ആ കൊച്ചു ചെറുക്കനെ പറ്റി പറയൂല, സൗകര്യമില്ല എന്നല്ലേ പറഞ്ഞ. അങ്ങനെ പറയാതെ നീ ആ ചെറുക്കന്റെ പേര് പറ, ഞങ്ങൾ കെട്ടിച്ചേരാടി നിനക്ക് അവനെ. അതോടുകൂടി പൂർണ്ണമാവില്ല. അതോടുകൂടെ ഈ സുതിപുരാണം നിന്ന് തൊലയുമല്ല ശല്യം. കഴിക്കും, ക്രിസ്മസിനൊക്കെ കഴിക്കും. കാരണം ഇപ്പോഴൊന്നല്ല, സുതിച്ചേട്ടനുള്ളപ്പോഴും നമ്മൾ ക്രിസ്ത്യൻസ് വല്ലപ്പോഴും കസിൻസ് ഒക്കെ കൂടുമ്പോൾ ചെറുതെന്തെങ്കിലും കഴിക്കും. അത് നമ്മൾ ക്രിസ്ത്യൻസ്. രേഷ്മ പി തങ്കച്ചൻ ക്രിസ്ത്യൻസ്. നീ ക്രിസ്ത്യാനികളെ പറയില്ലടി എന്നെ കൊണ്ടു. നീ വെറുതെ ഇരുന്നോ കേട്ടാ. ചൊറിയല്ലേ. ഇവളെ തന്ത ആ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കയറിയ ഒരു വ്യക്തിയാണ്. ഞാൻ ഇവരുടെ ജാതി പറഞ്ഞു പറഞ്ഞാൽ അടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ആ ജാതിയും കൂടെ പറഞ്ഞു തരുമായിരുന്നു. അതിൽ നിന്ന് മതം കൂടിയതാണ്. അതൊരു കുറ്റമൊന്നുമല്ല കേട്ടോ. ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാണല്ലോ ഇങ്ങോട്ട് വന്ന് കയറിയത്. ഈ ബ്രാഹ്മണകുന്നവരല്ലായിരുന്നു കേട്ടോ. അതും കൂടെ എടുത്ത് പറയണം. അത്യാവശ്യം ജാതിയിൽ കുറച്ച് താഴ്ന്ന ജാതിയിൽ നിന്ന് ഉള്ളൊരു വിഭാഗീയത അല്ലെങ്കിൽ പ്രശ്നമുണ്ടാകുന്ന ഒരു മേഖലയിൽ നിന്ന് അവരിങ്ങോട്ട് മതം കൂടി വന്നതാണ്. പാരമ്പര്യമായി ക്രിസ്ത്യാനികളല്ല എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അപ്പം പരമ്പരാഗത ക്രിസ്ത്യാനിറ്റി ഇവിടെ ഇല്ല. ഈ പരമ്പരാഗത ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനപൂർവ്വം പറയുന്ന ഇവള് റീസെൻ്റ്ലി, അതും അവളുടെ അമ്മച്ചിയും അപ്പച്ചനും ഒക്കെ ഹിന്ദുമത വിശ്വാസത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്. അതിൽ നിന്ന് മതം കൂടി വന്നു. ഈ ഗർഭാപ്പസി തരം, വീട്ടിപ്പൊടി, തിരിച്ചുപൊടി. എനിക്ക് എൻ്റെ അറിവിൽ ഈ പറയുന്ന നിങ്ങളുടെ ഒരു വിഭാഗത്തിലുള്ളവരൊന്നും ഇങ്ങനെ കള്ളും കുടിച്ച് പേത്ത് നടക്കുന്നവരൊന്നുമല്ല. ഇമ്മാതിരി തട്ടിപ്പും കൊണ്ട് നടക്കുന്നവരുമല്ല. ക്രിസ്ത്യാനിറ്റിയിലും ഇങ്ങനെ ആൾക്കാരെ കിട്ടത്തില്ല. അതിൽ വന്ന് കയറി ഇങ്ങനെ കുറേ ഉണ്ട്. എന്നാൽ മരിയയെ പോലെയുള്ള 2-3 ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് ആ വിഭാഗത്തിന് ഒന്നടങ്കം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏതായാലും നല്ല ബെസ്റ്റ് കുടുംബടി കള്ളി കുടിയും. പിന്നെ തന്ത കുടിച്ചില്ല, കക്കളം കെട്ടിച്ചിരിക്കുകയാണ് ഞാൻ കേട്ട. ആ സന്തോഷത്തിന് ഞാൻ കക്കളം കെട്ടിച്ചിരിക്കുകയാണ്. ഹിന്ദുവിന് എന്താടി കുഴപ്പമൊന്നും എടി സൂര്യ സിനേഷേ, ജന്തുവിന് എന്ത് കുഴപ്പമെന്ന് എനിക്കെങ്ങനെ അറിയാം? നിനക്കെന്ത് കുഴപ്പം? കഴിക്കുന്ന കക്കളം കെട്ടിച്ചിരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്കൂടെ നീ ജന്തു എന്ന് പറഞ്ഞിട്ട് വരല്ലേ. ഏച്ചു പൊടി നാറി.
നമ്മൾ എന്തോന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഫ്ലോ എങ്ങോ പോയി. ഒന്നും കൂടെ കേൾക്കാം. ആയിട്ട് പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണ് ഞാൻ പറഞ്ഞു. അതെന്താണ് അത് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു ഒരാൾ തികഞ്ഞ മദ്യപാനിയാവും. എനിക്കറിയാം. അങ്ങനെയൊന്നും ആവില്ല. മാജിക് മൊമെന്റ് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കൊണ്ട് ഒരാൾ തികഞ്ഞ മദ്യപാനി എങ്ങനെയാകും എന്ന് നിങ്ങളൊന്ന് വിവരിക്കാമോ? അത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത്? മാജിക് മൊമെന്റ് എന്ന് പറയുന്നത് കള്ളു പോലുമല്ല, അത് വേറെന്തരാ സാധനമാണ് അല്ലയോടിയെ. അങ്ങനെയായിരുന്നില്ലല്ലോ ആ കുണുക്ക്. എങ്ങനെയായിരുന്നു? എങ്ങനെ മനസ്സിലായി? എനിക്കതാണ് ഇഷ്ടം. നീ എങ്ങനെ മനസ്സിലായി? ഇങ്ങനെയായിരുന്നല്ലോ ആട്ടാ. മാജിക് മൊമെന്റ് ഈസ് മൈ ബ്രാൻഡ്. എടി അതിനൊരു ഒരു ഒരു ടെക്നിക്കാലിറ്റി ഉണ്ട്. നീ പറഞ്ഞത് അങ്ങനെയായിരുന്നല്ലോ. കുഴഞ്ഞു വഴിഞ്ഞ് ആ ക്യാമറ പിടിച്ച അലവലാതിയുടെ മടിയിലോട്ട് കയറിയിരുന്ന് അവനെ നെഞ്ചത്തോട്ട് തൂങ്ങി അള്ളിക്കൊണ്ടുള്ള ഒരു വർത്താനാണെന്ന് നീ പറഞ്ഞത്. അത് കണ്ടു നിൽക്കുന്നത് നമ്മൾ അറിഞ്ഞു പൊട്ടിക്കാനാണ് തോന്നിയത്. എന്തൊരു ഇളക്കമായിരുന്നു അല്ലെ. മാജിക് മൊമെന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ജ്യൂസ് പോലെയാണ് നീ പറഞ്ഞത്. ഞാനും ഇച്ചിരി കുടിക്കിട്ട് സൂസ് ഒരെണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. സൂസ് കുടിക്കിട്ട്. ഹായ് മാ, ഹൗ ആർ യു? മാലിക പണിക്ക. ഹായ് ഹായ് ഹായ്, സുഖമല്ലേ? ഞാൻ ഇന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ നിങ്ങളെയും കൊണ്ടൊരു പിന്നെ ലൈവ് സ്ട്രീം പോകണമെന്നുള്ളത്. എമർജൻസിയാണ്. നമുക്ക് നാളെ ഒരു ലൈവ് സ്ട്രീം അറേഞ്ച് ചെയ്യണം കേട്ടോ. ലൈവിലൊന്നുകൊണ്ടോ വരണേ പ്ലീസ്. ഹായ് ചേച്ചി, സുഖമാണോ? ഓ എന്താ രപ്പി, അങ്ങനെയൊക്കെ പാണ് ചാറുകളും കുടിച്ച് വെള്ളങ്ങളും ഒക്കെ കുടിച്ച് ഇങ്ങനെ ജീവിച്ച് പോണ്. എടി എൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് നിനക്ക് അറിയണ്ടടി. ഞാനും ഇച്ചിരി വെള്ളമൊക്കെ അടിക്കൂടി. എൻ്റെ ബ്രാൻഡ് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നല്ല ബ്രാൻഡാണ്, ബെസ്റ്റ് ബ്രാൻഡ്. ചെയ്ത് പോയല്ല എടാ. ഹർഷീസ് ബ്രാൻഡാണ് അടി, ഹർഷീസ്. ഞാനോടി ഓടി വേണമെങ്കിൽ നിന്നെ കണക്ക് ഒന്നുകൂടെ കുടുങ്ങിയും കൂടെ കാണിച്ചില്ല. അല്ല സൂപ്പർ സാധനം. റെക്കോർഡ് ചെയ്തൊന്ന് സ്വയം കാണും. എന്നാ ഭംഗി. ബാക്കി കേട്ടോ. അപ്പം ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് കുറെ ബ്ലോഗർമാരിട്ട് അലക്കുവാണ് രേണുസുതി മദ്യപാനി. പക്ഷെ രേണുസുതി അറിയാവുന്നവർക്കറിയാം രേണുസുതി എന്താണ് കഴിക്കുന്നത്, എപ്പോഴാണ് കഴിക്കുന്നത്. ക്രിസ്മസിനും വല്ല ഓണത്തിനും അല്ലാണ്ട് അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ അല്ലാണ്ട് ഒന്ന് രേണുസുതി ക്രിസ്ത്യാനി എന്നല്ലടി ഉണ്ടായി. ക്രിസ്ത്യാനി എന്നല്ലടി പറഞ്ഞത്. നീ ക്രിസ്ത്യാനി ആകുമ്പോൾ ക്രിസ്ത്യൻസ് ആഘോഷിക്കുമ്പോൾ നീ ആഘോഷിക്കാം. നീ ഓണത്തിന് ആഘോഷിക്കുന്ന എന്തിന്? അവിടെ ഉണ്ടല്ലേ. അതങ്ങനെയാണ് മോളെ. നമ്മളെ അസ്തിത്വത്തെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. അപ്പം നിന്റെ അസ്തിത്വം നീ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. മേൽക്കൊണ്ട് നീ കോട്ടയത്തെ അച്ചായത്തി നിങ്ങണം പറഞ്ഞ ചെവള ഞാൻ കുത്തിപ്പറിക്കും. അനാവശ്യമായ നുണപ്രചരണം നടത്തരുത്. നീ കോട്ടയത്തുള്ള ഒരു അച്ചായത്തിയല്ല. അവിടെ അച്ചായത്തിമാരുണ്ട്, അതില്ലാം തർക്കം പറയുന്നില്ല. പക്ഷെ അവരാരും തന്നെ ഇതുപോലൊരു വൾഗാരിറ്റിക്ക് കൂട്ടു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കോട്ടയത്തുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഭർത്താവ് നഷ്ടപ്പെട്ടവരുണ്ട്, മരിച്ചവരുണ്ട്, ഉപേക്ഷിച്ച് പോയവരുണ്ട്. അവരൊക്കെ അന്തസ്സായിട്ട് സ്വന്തമായി ജോലി ചെയ്ത് മക്കളെ നോക്കുന്നവരാണ്. അല്ലാതെ എൻ്റെ മാപ്പിള ചത്തേ കുണിക്കാണ്ടാ, എന്നെ വിട്ടിട്ട് പോയോ കുണിച്ചാട്ടാ. ആരെങ്കിലും മൈൻഡ് ഗെയിമർ ഉണ്ടെങ്കിൽ വരൂ, എന്നെ മൈൻഡ് ഹിപ്നോട്ടൈസ് ചെയ്യൂ, എന്നിട്ട് കുണിച്ചേട്ടനെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തൂ. എടി കുണിച്ചേട്ടനെ നീ ഹിപ്നോട്ടൈസ് ചെയ്ത് കൊണ്ടുവന്ന് നിർത്തിയില്ലേ? ആ സമയത്ത് നിനക്കും കൂടെ അങ്ങ് പോയിക്കൂടാണ് തള്ളയെ. മനുഷ്യരങ്ങളെ ശല്യം ചെയ്യാണ്ട് വൃത്തി കെട്ടവളെ. നിന്നെ ഒന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് പണ്ടാറക്കാലൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടെങ്കിൽ ശല്യം ഒഴിയുക. ഇതൊരു ശല്യമാടി. നീ ഇങ്ങനെ കിടന്ന കാലയ്ക്ക് ഇവിടെ നിന്നെടുത്ത് പച്ചവെള്ളം പോലെ എല്ലാവരും കൂടെ പറഞ്ഞൊതുക്കി വിട്ടതല്ലേ. നീ അവിടെ ചെന്ന് വീണ്ടും കിടന്ന് പ്രസംഗിക്കുന്ന എന്തിനാണ്? പട്ടിയോട് ഉപമിച്ച ഒരു കാര്യമുണ്ട്. അല്ല, അത് ഞാൻ ഈ റിപ്പീറ്റേഷൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നണ്ട. ആദ്യം പറഞ്ഞത് ആരും കേൾക്കാത്തത് കൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തൊന്നും കൂടെ പറയുന്നതിന്. എടി പട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം നന്ദിയുള്ളൊരു മൃഗമാണ്, മനസ്സിലായോ? നീ എന്നെ അതിലൂടെ ഉപമിച്ചാൽ എനിക്കൊരു വാഴയില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നീ സ്വയം വിചാരിക്കുന്നത് നീ എന്തോ മഹത്ത് സാധനം മനുഷ്യക്കണമെന്ന്. നീ പന്നി ആയതുകൊണ്ടാണ് അവിടെ ഇല അനങ്ങിയാലും നിനക്കത് പട്ടിയാണെന്ന് തോന്നുന്നു. ആ ഇല അനക്കം ശരിക്കും മാറി നോക്കിക്കഴിഞ്ഞാൽ അത് പട്ടിയല്ലടി, നല്ലൊരു സിംഹിണിയാണെന്ന് ഇത്തോടെ നിനക്ക് മനസ്സിലായ? നീ ചൊറിഞ്ഞ് മാന്തല് വാങ്ങിച്ചു കിട്ടണം. അതുലല്ല ഷെഫീന, മനസ്സിലായ? ഒരു പ്രാവശ്യം കൂടെ ഏതെങ്കിലും ഒരു ചാനലിലിരുന്ന് ഷെഫീന ബീബി എന്ന് നീ പറഞ്ഞാൽ എന്നെ പോലീസ് പിടിക്കും. എന്തിനാണെന്നറിയാമോ? നിന്റെ വീട്ടിൽ കയറി പൊട്ടിച്ചേരും. അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴെയിടും. മനസ്സിലായല്ലോ? കൂതറച്ചി. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ പേര് നീ പറയരുത്, നിർത്തിക്കോ മല്ലേന്ന്. പിന്നെ ഇരുന്നു കൊണ്ട് എൻ്റെ പേര് പറഞ്ഞാൽ കൂതറത്തള്ളയെ ഞാൻ വീട്ടിൽ കയറി പൊട്ടിക്കുന്നതിന് ചാവാൻ നേരം എൻ്റെ കൈ വന്ന് വീണാ ട്രെയിൻ കയറിയണ കൈ പോകുന്നേ. ഞാൻ പല ആവർത്തി എൻ്റെ അടുത്ത് വിലക്കി ഞാൻ തോറ്റ് നിൽക്കുന്നു. എത്ര പറഞ്ഞാലും അനുസരിക്കത്തില്ല. ഞാൻ നിനക്ക് വസ്തു തന്നിട്ടില്ല, നിനക്ക് ഞാൻ വീട് വെച്ച് തന്നിട്ടില്ല. പിന്നെ എന്നാ മലരും ഞാൻ നീ എൻ്റെ തലയിലോട്ട് വന്ന് കയറുന്നേ. ഇവിടെ ഇപ്പോൾ ഫാദർ ഉണ്ട്. ഈ ഫാദർ തന്നെ എത്രയോ പ്രാവശ്യം ഇപ്പം വിവിക്ക് ഒരു വോയിസ് കൊടുത്തിട്ടുണ്ട്. ആ വോയിസിൽ ഫാദർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, എന്നെ ഉപദ്രവിക്കാതെ എന്നെ എൻ്റെ വഴിക്ക് വിടുവോ എന്ന്. പിന്നെ നിനക്ക് എന്തിനാണടി ഈ നുണ പ്രചരിപ്പിക്കുന്നത്? അങ്ങേരുടെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്. ആ അങ്ങേരുടെ വോയിസ് നീ എടുത്ത് പുളുത്തി, ഞങ്ങൾ അത് കേട്ട ഉടനെ പുളുന്തി. പച്ച അപരാധമാണ് നിന്നെ പറയേണ്ടത്, മനസ്സിലായ? പിന്നെ നിന്റെ ആ ഒരു ലെവലിലേക്ക് താഴാൻ വയ്യാത്തോണ്ട് മിണ്ടാതിരിക്കുകയാണ്. ഞാൻ നാലിയാംകുഴിയിലെത്താൻ എനിക്ക് ഒരു 10 കിലോമീറ്റർ പോലും ദൂരം ഇല്ലാത്ത സമയത്ത് നിന്റെ അണ്ണാക്കി പിരിവെട്ടിയായിരുന്നു. അന്നൊന്നും നിനക്ക് എന്നെ ഒന്നും പറയാം. തിരുവനന്തപുരത്ത് ഷിഫ്റ്റായെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് തുടങ്ങി, നിനക്ക് ഈ ഇളവി.
എടി മാപ്പിളയെ വിറ്റ് ജീവിക്കുന്ന അലവലാതി തള്ളെ, എന്റെ ഭാഗത്തേക്ക് നോക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കാതെ നീ എന്റെ തലയിൽ കയറുന്ന എന്തിനാണെടി? അമരാവതി തള്ളെ, തന്നവരെ എല്ലാം തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന അമരാവതി തള്ളെ, നിന്നെ കൊണ്ട് റീച്ച് എന്ന് നീ പറയുമ്പോഴും നിന്റെ നാക്കിൽ ഷെഫീന ബീവി എന്ന് എന്തിനടി വരുന്നത്? എനിക്കിപ്പോൾ ഒരാളെ റീച്ച് ആക്കണ്ടെങ്കിൽ ഞാൻ ആ പേര് ഉച്ചരിക്കില്ല. നീ എന്റെ പേര് ഉച്ചരിക്കുന്നത് എന്നെ കൊണ്ട് നിനക്കിപ്പോൾ റീച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ലേടി അലവലാതി കൊണ്ടായവളെ. നിന്നെ ഈ ബിഗ് ബോസിലല്ലേടി അവർ ക്ഷണിച്ചത്? എന്നെ മൂന്ന് നാല് ബിഗ് ബോസിന് മുമ്പേ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ പോയി കിടന്ന് മലന്ന് കിടക്കേണ്ട ഗതികേട് എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞോ എന്ന് പറഞ്ഞോളാണ് ഞാൻ. ഈ കാണുന്ന മിക്കവാറും ഉള്ള ചാനലുകളിലൊക്കെ ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല, താല്പര്യമില്ല. നിന്റെ കണക്ക് ആ സുന കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് എനിക്കില്ല. എനിക്ക് എന്റെ ടാലന്റിൽ നല്ല വിശ്വാസമാണ്. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ കിട്ടുന്ന വരുമാനം മതി എന്ന് ഞാൻ അങ്ങ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതുവരെയും ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. അപ്പോഴാണ് ചബീണ ബീവി വന്നാലേ നിനക്ക് റീച്ചുള്ളൂ. നീ എന്നെ കൊണ്ട് അന്നം തിന്നാൻ നടക്കുന്ന നാറിച്ചിയാണ്. ആ പെണ്ണുങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ അവരെ ഒന്നും പറയാത്ത ചാനലുകാരെ. ഇനി എവളെങ്കിലും വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തിയാൽ അതിൽ ഷെഫീന ബീവി എന്ന് പറഞ്ഞാൽ ആ ചാനൽ എന്നെയും കൂടെ ഇന്റർവ്യൂ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കെതിരെ ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യും. തർക്കം വേണ്ട. അത് ഇവള് കൊണ്ട് കൊടുത്ത മാഞ്ഞാ പൂഞ്ഞാ പെറ്റീഷൻ ആയിരിക്കത്തില്ല. ചുമ്മാ ഇരിക്കുന്നവരെ ചൊറിയരുത്, മനസ്സിലാക്കിക്കോ. എന്നെ വെറുതെ വിട്ടാൽ മതി മാഡം, സത്യം, അത് മാത്രം മതി. ഞാനൊരു കുറ്റവും ആരോടും പറഞ്ഞില്ല മാഡം. ബിഷപ്പ് അച്ഛൻ പറയുന്നത്, അച്ഛൻ ഇവിടെ വന്ന് കമന്റ് ഇടുന്നുണ്ട്. ഇന്ന വരെ ഈ വിഷയത്തിന്റെ ബേസ് ചെയ്തിട്ട് ഇവിടെ കമന്റ് ഇട്ടിട്ടില്ല. നമ്മൾ അങ്ങനെ ഡിസ്കഷൻ ആ വിഷയം വെച്ചിട്ടില്ല. പിന്നെയും അച്ഛൻ അങ്ങനെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറയും. എന്തടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇവള് കാരണം അച്ഛൻ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെന്ന്. അത് അച്ഛനല്ലല്ലോ പറഞ്ഞത്, നാട്ടുകാരല്ലേ പറഞ്ഞത്. ആ ചുറ്റുമുള്ള നാട്ടുകാരല്ലേ പറഞ്ഞത് കള്ളുകുടിയും ബഹളവും കൂത്താട്ടവും അഴിഞ്ഞാട്ടമാണെന്ന്. നിന്റെ വീട്ടിൽ എന്തുകൂടി എന്നും കല്യാണോ? ഇത്രയും വണ്ടി വന്ന് നിറയാനായിട്ട്. നാട്ടും പുറത്തല്ലേ താമസിക്കുന്നത്. നാട്ടും പുറത്തൊക്കെ താമസിക്കുമ്പോൾ കുറച്ച് അച്ചടക്കം വേണം. 10 വണ്ടി വരുമ്പോൾ ആളുകൾ നോക്കും. അതുകൊണ്ടാണ് ആളുകൾ പറയണത്. നിന്റെ കൂടെ ഉള്ളതല്ലേ ആ നിമിഷ ബിജു, അവൾ എന്താ പറഞ്ഞേ? നിന്റെ ആറ്റിറ്റ്യൂഡേ ശരിയല്ലെന്ന് മനസ്സിലായത് കൊണ്ടും പല കാര്യങ്ങളും ഇഷ്ടപ്പെടാതായ്മ ഉള്ളത് കൊണ്ടും മാറിയതാണെന്ന് ആ പെണ്ണ് പറയുന്നിടത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്ക് മാത്രമേ മനസ്സിലാവാതെ ഉള്ളൂ. ഞാൻ ഉടനെ കോടതിയെ സമീപിക്കും. വീണ്ടും രണാസുന ഇതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ആരോമലേ, നമ്മളിത് മിണ്ടണ്ടെന്ന്. ഹായ് മെറീന, അത് പറയല്ലേ ഷെഫീനയുടെ പേര് കൂടാ. എന്റെ പേര് പറഞ്ഞിട്ട് ആ പേരിൽ കൂടെ റീച്ച് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, അവളടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഷെഫീന ബീവിയുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവും ഇല്ല, പിന്നെ എന്തിനാ അവൾ എന്റെ പേര് പറയുന്നേ? എന്റെ പേര് അതിനകത്ത് വരുന്ന വലിച്ചഴിക്കേണ്ട ആവശ്യം എന്താണ്? ഞാൻ എന്റെ പാടം നോക്കിയിരിക്കുകയല്ലേ. ഇപ്പൊ എത്രയോ പേര് റിയാക്ട് ചെയ്യുന്നുണ്ട്. അനീഷ് ലോഗ് റിയാക്ട് ചെയ്യുന്നുണ്ട്. എന്താ അനീഷിന്റെ പേര് അവൾ അന്നാക്കിൽ പിരിവെട്ടിയ? നല്ല വൃത്തിയായിട്ട് അനീഷ് കാര്യം പറയുന്നുണ്ട്. വിവി പറയുന്നുണ്ട്. എത്രയോ പേര് വീഡിയോ ചെയ്യുന്നു. ഇവക്ക് അവരുടെ ആരുടെയും പേര് പറയണ്ടേ? ഇവക്ക് അനുകൂലമല്ലല്ലോ. വിവിയോ അനീഷോ ഒന്നും ഇവക്ക് അനുകൂലമല്ല പറയുന്നത്. ദേവ് പറഞ്ഞു. എന്താ ദേവിനെ ഇവക്കൊന്നും പറയണ്ടേ? ദേവിന്റെ പേരെന്താ ഇവക്ക് പറയണ്ടേ? അപ്പൊ എന്താ, ദേവിന്റെ ചാനൽ വളരെ ചെറിയ ചാനലാണ്, അതുകൊണ്ട് ദേവിന്റെ പേരേ അവള് പറയൂല. ബിബിയുടെ കാര്യവും മറ്റവരുടെ കാര്യവും അവരുടെ പേരും പറയത്തില്ല. ഷെഫീന ബീബി എന്ന പേര് പറയുമ്പോഴത്തേക്ക് 10 പേര് നോക്കുള്ളൂ. ഷെഫീന ബീബിയെ പറഞ്ഞാൽ ഷെഫീന ബീബി മറുപടി പറയുന്ന സ്ത്രീയാണ്. അപ്പോൾ ഷെഫീന ബീബിയുടെ 2 കേൾക്കാം. എന്നെ 2 തല്ലിയാലും കുഴപ്പമില്ല, എന്നെ 10 പേര് അരിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അലവലാതി. അവളെ വെറുതെ വിടരുത്. നിങ്ങളെപ്പോലെ ഉള്ളവർ വേണം സംസാരിക്കാൻ. അവളുടെ നാവിടക്ക്. ഷെഫീന തൊട്ട് പിക്സലു പ്രിയ ബൈജു എന്നെ ഇളക്കി വിടല്ലേ, ചുമ്മാ ഇരി. ഞാൻ അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് കയറി ഇരിക്കുകയാണ്. പറയാറില്ല. അങ്ങനെ കഴിക്കേണ്ട കാര്യമില്ല. വേറൊരു വ്ളോഗർ ഇന്ന് ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോ കണ്ടേക്കുന്നു. അവനൊക്കെ എന്നെത്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. അവൻ പറഞ്ഞപ്പോ രേണുസുതിയുടെ പപ്പ അടിക്കുന്നത് വേറെ കൂറ ബ്രാൻഡ്, രേണുസുതി വലിയ ലക്ഷറി ബ്രാൻഡ്. ഞാൻ ചോദിക്കട്ടെ, ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? എന്റെ പപ്പ മദ്യപാനം നിർത്തി. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിർത്തിയതാണ് പപ്പ മദ്യപാനം. എന്റെ പപ്പ, മനസ്സിലായോ? ഇവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? പപ്പ മദ്യപിക്കുമായിരുന്നു. അത് ഞാൻ 3ാം ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ 30. നിന്റെ തന്ത അവിടെ ഇരുന്ന് വെള്ളം അടിക്കുന്നതിന്റെ വീഡിയോ ഞാൻ പുറത്തു വിടട്ടാ. എന്നാ നീ വിശ്വസിക്കൂടി? നിന്റെ തന്ത നല്ല കള്ളുകുടിയനാണെന്നുള്ളതിന്റെ തെളിവ് ഞാൻ തരട്ടാ. എന്നാ നീ വിശ്വസിക്കൂടി? കുടിച്ച് പേത്ത് നടക്കുന്ന അല്ല അവരാതി. എടി എനിക്കും ഉണ്ടടി ബ്രാൻഡ്, മാജിക് മൊമെന്റിലടി ഹർഷീസ് ബ്രാൻഡാണടി എന്റത്. കണ്ടടി, ബ്രാൻഡ് മാറിപ്പോയെന്ന് തോന്നുന്നു. ബ്രാൻഡ് എന്തിനാണ് എന്താ മോൻ്റെ അടുത്ത് ഉപയോഗിക്കണം. ഹർഷീസ് എന്ന് തന്നെ തെറ്റിപ്പോയന. ആകോട്ട്. ഷെഫിയുടെ പേര് പറയരുതെന്ന് മാത്രം പറയരുത്, റീച്ച് വേണം. അതല്ലേ അമ്മ, നമ്മുടെ പേര് പറഞ്ഞാലേ അവൾക്ക് റീച്ച് ഉള്ളൂ. നാറി
ഒരു പട്ടിയും തിരിഞ്ഞു നോക്കുന്നില്ല. ബിഗ് ബോസിൽ പോയി ഉണ്ടാക്കിയ എല്ലാ എണ്ണം അവിടെ ഇരുന്നുണ്ട്. ഇന്നലെ 2 എണ്ണം അവിടെ ഇരുന്നുണ്ട്. പിന്നെ നിങ്ങൾ സൂപ്പർ ചാറ്റ് ഇടൂ, സൂപ്പർ ചാറ്റ് ഇടൂ, സൂപ്പർ ചാറ്റ്. ഇത് രണ്ടിനും ടാങ്കോ ആപ്പെന്ന് വിചാരിച്ചായിട്ടായിരിക്കും യൂട്യൂബിൽ കയറി ഇരുന്നിട്ട് സൂപ്പർ ചാറ്റ് ഇടൂ, 2000 രൂപ സൂപ്പർ ചാറ്റ് ഇടൂ, 3000 രൂപ സൂപ്പർ ചാറ്റ് ഇടൂ, 1000 രൂപ സൂപ്പർ ചാറ്റ് ഇടൂ. ഞാൻ മുളക് തിന്നുകയാണെങ്കിൽ മുളക് വേണമെങ്കിൽ തിന്നാം, തുണിയില്ലാതെ വേണമെങ്കിൽ നിൽക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സൂപ്പർ ചാറ്റ് പ്ലീസ്, സൂപ്പർ ചാറ്റ് പ്ലീസ്. ആരെന്ന് മനസ്സിലായ? ഞോറയും മറ്റേ ആ ഒരു നെരത്തിൽ പോലെ അലവലാതി പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിന്റെ പേരെന്തോന്ന്? ഓ, അതിന്റെ പേര് പറഞ്ഞുപോയി. രണ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, കിളിച്ചിൽ പോലത്തെ ഒരു കീനാഥമുള്ള ഒരു പെണ്ണ്. അതിന്റെ പേരെന്തായിരുന്നു? രണ ഫാത്തിമ. അതും കൂടെ. രേണു വലിയ സെലിബ്രിറ്റി ആണെന്ന് വിചാരം, അഹങ്കാരത്തോടു കൂടിയ സംസാരം. അവൾ സുധിച്ചേട്ടൻ എന്നും പറഞ്ഞ് ഒരു വർഷം കൊണ്ടല്ലേ കിടന്നു തുള്ളുന്നത്. അതിന് എത്രയോ മുന്നേ നിങ്ങൾ റീച്ചുള്ള വ്ളോഗർ ആയിരുന്നു. അവളാണ് നിങ്ങളെയൊക്കെ വെച്ച് റീച്ച് ആക്കാൻ നോക്കുന്നത്. അതാണ് സംഭവം. ഞാൻ അതാണ് പറഞ്ഞത്. ഇപ്പൊ എത്ര മനുഷ്യരുണ്ട്. അവളെന്നുകൊണ്ട് പറയണ ഒരാൾക്ക് ചാനൽ വളർത്തണമെന്നുണ്ട്. ഈ പന്നിയെ എടുത്ത് അന്ന് തൊട്ട് എന്റെ ചാനൽ കയറുന്നു. മറ്റത് 3 ദിവസത്തെ ഇരിക്കുക 1K സബ് കൂടുന്ന ഞാൻ 10 ദിവസം ആകുമ്പോഴാണ് ഒരു സബ് ആവുന്നത്, 1K സബ് ആവുന്നത്. അമ്മാതിരി ചാനൽ തന്നെ ഡൗൺ ആയി. രേണുവിന്റെ പിന്നെ ഈ ചാനൽ അവളുടെ ഒരു വീഡിയോ ചെയ്താൽ ഒരു 100 പേര് വന്ന് കമന്റ് ഇടുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അവളുടെ എടുക്കല്ലേ ദേവി, ഞങ്ങൾക്ക് ഇത് കേൾക്കണ്ട എന്നാണ് പറയുന്നത്. വേറെ ഒരു സബ്ജക്റ്റിനും ഇത്ര ഡീഗ്രേഡിങ് ഉണ്ടാവാറില്ല. ഇന്നലെ മനങ്ങാൻ നോക്കുക, നമ്മളത് അബുദാബി വിഷയം ഇട്ട് എത്ര കെ പോയെന്ന് നിങ്ങൾ പോയി നോക്ക്. നല്ല പോലെ റീച്ച് ഉണ്ട്. പക്ഷെ ഇവളുടെ സാധനം ഇട്ട് റീച്ചും ഇല്ല, എന്നാ വായിരിക്കണം അത്ര ഞാൻ കേൾക്കുകയും വേണം. എന്നിട്ട് അവൾ വേണം റീച്ചിനെന്ന്. പിന്നെ പുടുങ്ങിയ റീച്ച്. ഇതിനൊക്കെ തമിഴിലാണ് മറുപടി പറയുന്നത്. തമിഴനാണ് കുണക്ക് അപ്പ എന്നതുക്കാക ഞാൻ ഉന്നെ തമിഴിൽ തിട്ടുവേ കണ്ടാറ പൊളി വിട്ട് പിണ്ടാമോളെ എന്റെ വായേന്ന് കേക്ക്. ശിവനെ ഇത്തിരി കൺട്രോൾ തരൂ, അയ്യോ എരിച്ചു വേലായേ. 4 വയസ്സുണ്ട്. 1991 സെപ്റ്റംബർ 7 എന്റെ ജന്മം. 34 വയസ്സിൽ തികഞ്ഞ് ഞാൻ സഞ്ചരിക്കാൻ വന്നത്. അപ്പൊ കുരയ്ക്കുന്ന ഇങ്ങനെ പട്ടികൾ നമ്മൾ നടന്നു കുറെ പട്ടികളെ ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയത്, നമുക്ക് നേരെ കുറെ പട്ടികൾ കുറച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് കല്ലെറിഞ്ഞ് ഓടിക്കും, അത് പോകത്തില്ല. പിന്നെ ഒന്ന് പേടിപ്പിക്കും, പോകത്തില്ല. പിന്നെ നമ്മൾ ഓർക്കും എന്തെങ്കിലും കാണിക്കട്ടെ, കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കണം നമ്മൾ. ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മനുഷ്യരുടെ അഭിപ്രായമാണ് ഇതിനെ പറ്റി. പിന്നെ ഞാൻ അത് പറയാത്ത എന്താണെന്ന് അറിയുമ്പോൾ, പട്ടി നന്ദിയുള്ള മൃഗമാണ്. നിന്നെ പട്ടിയുടെ കൂടെ കമ്പയർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. നീ പട്ടിക്ക് പറഞ്ഞതുമല്ല, മനസ്സിലായില്ലേ? പട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരുത്തിയെ പട്ടിയുടെ കൂടെ ഉപമിക്കുന്നത് ശരിയല്ലല്ലോ എന്നുള്ളതുകൊണ്ടാണ്. സത്യത്തിൽ കേരളത്തിലുള്ള മനുഷ്യരെല്ലാം തീരുമാനിച്ചൊരു തീരുമാനമാണ്. അലവലാതിയായ ഒരു പേപ്പട്ടിയെ നമ്മൾ ഇഗ്നോർ ചെയ്യണു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരാരും ഇപ്പം നിന്നെ മൈൻഡ് പോലും ചെയ്യാത്തത്. അവരവരെ വാടകയെ നോക്കിയിരിക്കുന്ന ഒറ്റ കാരണം ഇതാണ്. പക്ഷെ നീ എന്ന വ്യക്തി 24 മണിക്കൂറും പറയണത് ഞാൻ ഭയങ്കര ചെളിവറട്ടിയാണ്, നീ ചെളിവാരി അറിയുന്ന ബ്രേറ്റിയാണ് നീ, അല്ലാതെ ചെളിവറട്ടി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് തള്ളല്ലേ മുതുക്കി. ഒരു കൈ അടിച്ചാലൊന്നും ഒച്ച കേൾക്കത്തില്ല, 2 കൈ കൂട്ടി അടിച്ചാലും ഞാൻ കാര്യം വിവരമില്ലെങ്കിലും ആ പറഞ്ഞത് പോയിന്റാണ്. നീ കുരയ്ക്കാതെ ഇവിടെ നിന്നാരും അങ്ങോട്ടും വരത്തില്ല. ഞങ്ങൾക്കാർക്കും ആ പ്രാന്തില്ലടി. നീ കണ്ടത് ആ പട്ടിയല്ലടി, പുലിക്കുട്ടിയാണ്. ഇങ്ങോട്ട് നോക്കടി. വാട്ട് ഡു പീപ്പിൾ വാണ്ട് ടു നോ അബൌട്ട്? ചേച്ചി ഹായ്, ഗുഡ് ഈവനിങ് മാഡം. രേണു കൂതറയുടെ എടുക്കല്ലേ? ഇതാണ് കുഴപ്പം. കൊച്ചെ അവിടെ ഇരുന്നുകൊണ്ട് പട്ടി കുട്ടി എന്നൊക്കെ വിളിച്ച് നമ്മൾ മറുപടി കൊടുക്കണ്ടേ? ഒരല്പം മറുപടി നമ്മൾ കൊടുക്കണ്ടേ? മിണ്ടാതിരുന്നാ പറ്റുമോ? വീണ്ടും എടുക്കുന്നതാ, പിന്നെ റീച്ച് അവർക്ക് കിട്ടുന്നത്. അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മുടെ ദേഹത്തേക്ക് അവരെന്നെ വന്ന് തല്ലിയാ എനിക്ക് ദേഹത്തേക്കും, അവരെന്തെങ്കിലും പറയട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഈ ഇവരുടെ ഒരു ഹെഡിങ് ഞാൻ കണ്ടു. ഒരു പോയിന്റ് മനസ്സിലായ? തല്ലിയാ ഏക്കും. അപ്പൊ നിനക്കിട്ട് 2 പൊട്ടിക്കല്ല, വേറെ നിവർത്തി നിർവാഹമില്ലടി. നീ ഞൊടിക്ക് ഞൊട്ടയടിച്ച് വിളിച്ചില്ലേടി? ഞാൻ പറഞ്ഞില്ലേ നിന്നെ പോലീസ് പിടിക്കും. എനിക്ക് ആരെങ്കിലും 2 ജാമ്യക്കാരെ വേണം എമർജൻസി ആയിട്ട്. ഇവക്കിട്ട് ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ പൊട്ടിക്കും. ഒരു കാര്യമില്ലാതെ ഈ പ്രശ്നം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് ഇത് കഴിഞ്ഞു തീർന്നു. വീണ്ടും ഇരുന്നുകൊണ്ട് ഈ താളം തന്നെ പറയുകയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനകത്തോട്ട് വലിച്ചിടുന്നത്? ബിഷപ്പാണ് പരമ്പ് കൊടുത്തത്, ഫിറോസാണ് വീട് വെച്ചു കൊടുത്തത്. ബിഷപ്പ് ഇരിക്കുന്ന ഒരു പൊസിഷനെ മാനിച്ചുകൊണ്ട്, ഞാൻ കോൺവെന്റ് എഡ്യൂക്കേറ്റഡ് ആണ്, സെന്റ് ജോസഫ് കോൺവെന്റിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്ക് അവിടെയുള്ള ഫാദർ മദർ, ജസീന്ത മദർ, മേരി മദറൊക്കെ അമ്മ തുല്യമാണ്. എനിക്ക് അവരെയൊക്കെ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ ജ്യോതി നികേതനിൽ പഠിക്കുമ്പോഴത്തേക്ക് ആന്റണി ഫാദർ ആയിരുന്നു അവിടുത്തെ അധികാരിയായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ ഫാദറിന്റെ നേരെ പോലും നിൽക്കത്തില്ല. ഫാദറൊക്കെ ആ വഴി കൂടെ പോയാലും ഞങ്ങൾ ഒളിച്ചിരുന്നേ നോക്കാറുള്ളൂ. റെസ്പെക്ട് എന്ന് പറയുന്നത് അതാണ്. അദ്ദേഹം എന്തോ ആയിക്കൊണ്ട് പോട്ടെ, പക്ഷെ ആ ഒരു ഇതിന്റെ പട്ടധാരിയാണ്, അതിന്റെ അധികാരിയാണ്. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആ ഒരു റെസ്പെക്ട് നീ കൊടുത്തില്ല എന്നുള്ളതാണ്. ഇന്നിപ്പം ഞാൻ ഇട്ടപ്പം സജീന വന്നൊരു കമന്റ് എഴുതിയിട്ടു. സജീന ഇട്ട കമന്റ് ഇതാണ്: ഞാൻ പിന്നെ ഫാദറിനെ കുണ്ടനെന്ന് വിളിച്ചു. ഞാൻ ആ കുട്ടിയോട് വിളിച്ച് ചോദിച്ചു, അതെന്താടി നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ എപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ വിളിച്ചതെന്ന് വെച്ചപ്പോൾ അവള് പറയുന്നത്, നിങ്ങൾ ട്രാൻസിനെ പോലെയാണ് ഇദ്ദേഹം കളിച്ചതെന്ന് പറഞ്ഞു. ഈ കുണുങ്ങി കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്.
അദ്ദേഹത്തിന് അവളോടുള്ള ദേഷ്യം കൊണ്ട് അദ്ദേഹം ഒരുമാതിരി ആക്ഷൻ കാണിച്ചു. എനിക്കത് ട്രാൻസ് കാണിക്കുന്നത് കണക്കാണ് തോന്നിയത്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ കുണ്ടനാണെന്ന് സജീനയുടെ അടുത്ത് ആരാ പറഞ്ഞു? സജീന അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. സജീന പറയുന്നത് അങ്ങനെ തന്നെ, അത് സജീനയുടെ തോന്നലാണ്. ട്രാൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ സ്ത്രൈണതയുള്ളവരാണ്. ആണിൽ പെണ്ണിന്റെ സ്ത്രൈണത കാണിക്കുന്നവരെയാണ് ഞാൻ ട്രാൻസ് എന്ന രീതിയിൽ ആ ഒരു ഭാഗത്ത് ഉപയോഗിച്ചത്. ഞാൻ എന്ത് കോണ്ടസ്റ്റിൽ അത് പറഞ്ഞെന്ന് മനസ്സിലാക്കാതെയാണ് ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് അവിടെ കമന്റ് എഴുതിയിട്ട് ഞാൻ മറുപടി പറയാൻ പോയില്ല, താല്പര്യം. പക്ഷെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ആ കൊച്ചിന്റെ മറുപടി അതായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഫാദർ എന്നെ പിന്തുടർന്ന് ആക്രമിക്കണ്ടേ? എന്നെ പറ്റി നീ എന്തിനാ മോശം പറഞ്ഞതെന്ന് ചോദിക്കണ്ടേ? ആ വീഡിയോ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാനത് പ്രൈവറ്റ് ആക്കിയിട്ടില്ല, അത് പബ്ലിക്കിലാണ്. ഞാനത് ഒളിച്ചു വെച്ചിട്ടില്ല. എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എനിക്ക് അഭിപ്രായം, ഞാൻ അഭിപ്രായം പറയുന്ന സ്ത്രീയാണ്. ഞാൻ അഭിപ്രായം പറയൂല്ലോ, സ്വാഭാവികമല്ലേ. പിന്നെ തന്തയോടാണ്, എടാ മൈക്കാട് കളവാ, എടാ കള്ളുകൂടിയാ, മോളെ മര്യാദയ്ക്ക് വളർത്തിക്കോ. നിനക്ക് തിന്നാനാണെങ്കിൽ ഇറങ്ങിപ്പോയി കൂലിപ്പണിക്ക് പോടാ മൈക്കാട് തന്തേ. അല്ലാതെ പെണ്ണിനെ ഇങ്ങനെ ഇറക്കി വിട്ട് നാട്ടുകാരെ നെഞ്ചത്ത് കയറിയാ തിരിച്ച് മറുപടി പറയും. പിന്നെ എന്നെ വിളിച്ച പോലീസുകാരുടെ അടുത്താണ്. ഇവിടെ മിണ്ടാതിരിക്കുന്ന എന്നെയാണ് അവിടെ ഇരുന്നുകൊണ്ട് ആക്രമിക്കുന്നത്. ഒന്നാമതേ സുഖമില്ല, രണ്ടാമത് ഇതുപോലത്തെ പോക്കൃതര ഞാൻ കേൾക്കേണ്ട ഗതികേടൊന്നുമില്ല. ഫാദറിനെ മോശം പറഞ്ഞു, അതിനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും എടി എന്തിനു വീളെ മറ്റവളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്റെ നേരെ കയറിയപ്പോ ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് കിട്ടുമെന്ന് കേൾക്കണ്ടേ? ഇതെന്തെന്ന് റേഡിയോ ആണെന്ന് വിചാരിച്ചാ? അതൊക്കെ മോഹൻലാൽ കേട്ടോണ്ടിരിക്കും. ഷെബീനക്ക് അത് കേൾക്കേണ്ട ഗതികേടൊന്നുമില്ല. മാഡം, ഈ സ്ത്രീ എന്റെ സ്റ്റാഫിന്റെ മൊബൈലിലാണ് വിളിച്ചു. എന്നോട് ഇവരുടെ സഹോദരി എന്നോട് സംസാരിച്ചത്. ഞാൻ ഇവരുടെ മൊബൈലിൽ വിളിച്ചിട്ടില്ല. ഇങ്ങോട്ട് എന്റെ സ്റ്റാഫിനെയാണ് ഈ രേണുവിന്റെ സഹോദരി വിളിച്ചത്. അതിപ്പം ഫാദറിനെ അവര് വിളിച്ചാലും ഫാദർ അവരെ വിളിച്ചാലും ഫാദർ അതിനകത്ത് പറഞ്ഞ മാറ്റർ ആണല്ലോ അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ആ മാറ്ററിന്റെ അടിസ്ഥാനത്തിൽ ഫാദർ വ്ളോഗേഴ്സിനോടൊന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് പറയണത്. എനിക്കങ്ങനെ ഒരു അനുഭവമില്ല. എന്നോട് ആരും റിക്വസ്റ്റ് ചെയ്താലൊന്നും ഞാനൊരു വീഡിയോ ചെയ്യാറില്ല. എന്നോട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ആൾക്കാർ, ഞങ്ങൾ ഉപദ്രവിക്കല്ലേ, ആ വിഷയം എടുക്കല്ലേ, ചേച്ചിയെ കൊണ്ട് പറ്റുമെങ്കിൽ അതൊന്ന് ഒളിച്ചു വയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. ഉദാഹരണത്തിന് അസ്ലാം ആളിയുടെ ഭർത്താവിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം സ്റ്റോറീസ് എനിക്കറിയാം. എന്റെ മകനെയും എന്നെയും വളരെ മ്ലേച്ഛമായ രീതിയിൽ വ്യക്തി അധിക്ഷേപം നടത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ തിരിച്ചൊരു സൂചനയാണ് കൊടുത്തത്. എനിക്ക് പച്ചക്ക് എടുത്തു വെച്ച് പറയാൻ പറ്റും, പക്ഷെ ഞാനൊരു സൂചനയാണ് കൊടുത്തത്. ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്നെ കൊണ്ട് വായ തുറപ്പിക്കല്ലേന്ന്. അന്ന് അവള് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഒന്നും പറയല്ലേ, എന്റെ കുടുംബത്തിനെ ഇട്ട് കൊടുക്കല്ലേ എന്ന് പറഞ്ഞിരുന്നു. ഞാനത് കേട്ടിട്ടുണ്ട്. അല്ലാതെ ഒരാൾ പറഞ്ഞത് കൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്നതിന് മാത്രമുള്ള അധപ്പതനം എന്റെ ചാനലിനോ എനിക്കോ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ കേൾക്കുമായിരുന്നെങ്കിൽ ഞാൻ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്നേനെ. ഈ സമയം വൈകിട്ടില്ല. ചാൻസസ് ആർ ദേർ. ഹായ് അനിൽകുമാർ. മാജിക് മൂവ്മെന്റിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ജയണസുതിയെ എടുക്കുവാന്ന് സന്തോഷമുള്ള എനിക്ക്. അത്രയും വലിയൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എടുത്താൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ തികഞ്ഞ ഒരു മദ്യപാനി ഒന്നും അല്ലെന്ന് എന്നെ അറിയാവുന്നവർക്കറിയാം. ഞാൻ എന്റെ മനസ്സിൽ കള്ളങ്ങളൊന്നും നിൽക്കാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞതേ. ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, ഈ അത്യാവശ്യം ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ബഗിടത്തരം കാണിക്കുന്നവരൊക്കെ നമ്മൾ കോഴികൾ എന്ന് പറയും. എന്ന് വെച്ച് കോഴി അതിനകത്ത് അഭിമാനിക്കോടി? അമ്മാതിരി അഭിമാനമൊക്കെ ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. മാജിക് മൗവിന്റെ ബ്രാൻഡ് അംബാസഡർ ആവാത്തതിന്റെ ഗുണപ്പവേ ഉള്ളൂ. വല്ല കോഴിക്കാട്ടത്തിന്റെയും ബ്രാൻഡ് അംബാസഡർ ആവാൻ കൊള്ളാവുന്നോളുന്നു. വല്ല വളം ഡിപ്പോയിലൊക്കെ പോയിട്ടെ അവരെടുത്ത് പറഞ്ഞാൽ വളത്തിന് നല്ല സാധനമാണ്. അല്ലാതെ മാജിക് മൊമെന്റിന്റെ ബ്രാൻഡ് അംബാസഡർ ആവേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞതും ഞാനിട്ട തംബ്നെയിലും ഇനി പോയിട്ട് കടയിൽ പോയി മാജിക് മൊമെന്റ് എന്ന് പറയണ്ട, ഒരു രേണു സുധി എന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പം മാജിക് മൊമെന്റ് അവർ കൊടുക്കും. അത്രയ്ക്ക് ആ കാര്യം ആളുകളിലേക്ക് എത്തി എന്നതാണ് ഉദ്ദേശിച്ചത്. ഉടനെ ഞാൻ ബ്രാൻഡ് അംബാസിഡറായി. സ്വപ്നങ്ങളെ നിങ്ങൾ ചറുകകുമാരികളല്ലോ. ഭയങ്കര സ്വപ്നങ്ങളാ. അങ്ങ് സ്വപ്നം കണ്ടങ്ങ് മതി മറക്കല്ലേ. പിന്നെ കോഴിയുടെ കേസിലേക്ക് വരാം. കോഴി 24 മണിക്കൂറും പെടക്കോഴിയുടെ പിറകെ നടക്കും. പൂവൻ കോഴി പെടക്കോഴിയുടെ പിറകെ നടന്ന് 24 മണിക്കൂർ ഈ ചിന്തയുള്ളവരെ നമ്മൾ കോഴികൾ എന്ന് പറയുന്നത്. പൂവാലന്മാർ അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ ഒരു താളത്തിന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, പ്രാസം ഒപ്പിച്ച് അങ്ങ് പറഞ്ഞതേ ഉള്ളൂടി. അടങ്ങാൻ പൈസക്ക്. ഇങ്ങോട്ട് എന്റെ സ്റ്റാഫിനെയാണ് ഈ രേണുവിന്റെ സഹോദരി വിളിച്ചത്. ആ സഹോദരിക്കൊക്കെ ഇട്ട് പെടയാണ് കൊടുക്കേണ്ടത്. ഞാൻ ആരോടും ഒന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല ഒരു വീഡിയോയും ചെയ്യാൻ വേണ്ടിയിട്ട്. സുധിച്ചേണ്ടുള്ളപ്പം ക്രിസ്മസിന് ഞങ്ങൾ കുറച്ച് എല്ലാവരും ഫംഗ്ഷനൊക്കെ കസിൻസ് എല്ലാം കൂടുമ്പോൾ കഴിക്കും. അതാണ് പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് പൂർണ്ണ മദ്യപാനിയാണെന്നും ആവശ്യമില്ലാത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഇവന്മാർക്ക് പറയാം. അതിനകത്തൊന്നും നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോ ആ ഒരു വീഡിയോയില് അല്ലെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കള്ളു കുടിച്ചാണെന്ന് നമ്മളാരും പറയാറില്ല. കണ്ടന്റിന് വേണ്ടിയിട്ട് ഇപ്പം ബിഗ് ബോസ് എന്ന ഷോ ഒരാളുടെ വ്യക്തിയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഷോയാണ്. നമ്മളുടെ വ്യക്തിത്വം എന്താണെന്നും ആ വ്യക്തിത്വം എത്രത്തോളം ക്വാളിറ്റി ഉള്ളതാണെന്നും കാണിക്കുന്നതാണ് ഈ ബിഗ് ബോസ് ഷോ എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്.
അപ്പൊ അതിനകത്തേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലാൻഡേഡ് സുധീച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ലാൻഡ് ചെയ്ത് സ്വന്തം വ്യക്തിത്വത്തിന് പോലും അട്ടപൂജ ഉണ്ടാക്കി കൊണ്ടുവന്ന വൃത്തികെട്ട സത്വമേ, നമ്മൾ പറയുന്നതിന്റെ ഒന്നും ഡെപ്തോ അതിന്റെ കാര്യങ്ങളോ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിനക്കില്ലടി എന്ത് രച്ചി. ഇന്ന് ലിപ്സ്റ്റിക്ക് കുറച്ച് വന്നു. ഞാൻ വിചാരിച്ചു ഈ കമന്റ് ഇതുവരെ വന്നില്ലല്ലോ എന്ന്. വന്നല്ല. എലിവിഷൻ ബ്രാൻഡ് അംബാസിഡർ. എലിവിഷമൊക്കെ തൂങ്ങിച്ചാവും, അതൊന്നും വേണ്ട. അയാൾ കൊള്ളാം, മോന്ത അങ്ങനെയല്ലേ, പിന്നെ പടുവിഷവും ആണ് അവൾ. എന്നെ പല ചാനൽ ഇന്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അത്രേ അന്നുണ്ടായിട്ടുള്ളൂ മാഡം. അല്ല, അന്ന് കാണിച്ച ഒരു ആക്ഷൻ എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രൈണതയുള്ള ആക്ഷൻ. ഒരു മാനായ ഒരാള് സ്ത്രൈണത ഭാവത്തിൽ സംസാരിച്ചതുപോലെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ ട്രാൻസിനോട് കമ്പാരിസൺ നടത്തിയത്. അതിനാണ് സജീന പറയുന്നത് കുണ്ടനെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ബോധക്കേടൊന്നുമില്ല. ഇദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛനാണോ? ഇത്തരത്തിലൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് ശരിയാണോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അത് അന്ന് ചോദിച്ചത് റെലവൻ്റ് ആയിരുന്നു. പിന്നീടല്ലേ ഈ നാറിയുടെ യഥാർത്ഥ സ്വഭാവം റിവീലായി വന്നത്. ഇപ്പോൾ പലരും ഇന്റർവ്യൂവിന് വിളിച്ചു. ഞാൻ ഇനി അതിന് ഇല്ലതാനും മാഡം. റോബിൻ പറയുന്നത് കേട്ടിരുന്നോ? കേട്ടിരുന്നു. കൊള്ളാം, മുടുക്കിയാണ്. ആ ഒരു കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നത്, ചേച്ചി പറഞ്ഞൊരു കാര്യം, ഞാൻ വോട്ടിയാണ് അടിക്കുന്നത്, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ മാജിക് മൊമെന്റ് ആണ് ക്ലിയർ കട്ട് ആയിട്ട് പറയുന്നുണ്ട്. അതെ, അപ്പൊ ഇങ്ങനെ പറയുന്ന ഒരാള് എന്തായാലും വല്ലപ്പോഴും അടിക്കുന്ന ഒരാളല്ല, ഇത് സ്ഥിരം അടിക്കുന്ന ആളാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഈ കമന്റ് ഇടുന്നവരാണ് എനിക്ക് സ്ഥിരം കൊണ്ട് മദ്യം. ആ 100% പെണ്ണ് പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെയാണ് ഒരു ബ്രാൻഡിനെ പറ്റി പറയാൻ പറ്റുക? വല്ലപ്പോഴും കഴിക്കുന്നവരാണെങ്കിൽ ബ്രാൻഡ് ഒന്നും നോക്കത്തില്ല. വല്ലപ്പോഴും കിട്ടി കഴിച്ചു. പല കാര്യങ്ങൾ കഴിച്ചിട്ട് അതിൽ നിന്നൊരു വെറൈറ്റി പീസല്ലേ. ഇപ്പം നമ്മൾ ഫുഡിന്റെ കാര്യത്തിലായാലും നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുമ്പോഴാണ് ആ ഫുഡിൽ നിന്ന് ഈ ഫുഡ് വ്യത്യസ്തമാണെന്നും ഇതിലാണ് എനിക്ക് താല്പര്യമൊന്നും തോന്നുന്നത്. കള്ളിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. അവളെല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് മാജിക് മൊമെന്റ്. ആ ആട്ടവും ആ കുണുക്കും അത് തന്നെയാണ്. അവളുടെ ആ സംസാരത്തിൽ ആ പ്രവൃത്തിയിൽ മനസ്സിലായി. ഇനി നീ അല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു മലരുമില്ല, ആണെന്ന് പറഞ്ഞാൽ എനിക്കൊരു മലരുമില്ല. നീ കള്ള് കുടിച്ച് ആയതുകൊണ്ടോ അല്ലാതായതുകൊണ്ടോ എനിക്കൊരു ലാഭവുമില്ല നഷ്ടവുമില്ല. പിന്നെ എൻ്റെ പേര് ഇവിടെ പരാമർശിക്കപ്പെട്ടത് കൊണ്ട് മാത്രം ഞാൻ ഇതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നു എന്നതിനപ്പുറം ഒന്നുമില്ല. പിന്നെ ഈ ചാനലുകാരോടാണ്, അവളുടെ ഭാഗം കേൾക്കുമ്പോൾ അവൾ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഭാഗവും കൂടെ കേൾക്കാനും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും നിങ്ങൾ ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം ഞാൻ മാനനഷ്ട കേസ് കൊടുക്കും. അതിൽ നിങ്ങൾ പ്രതിയായിരിക്കും. എൻ്റെ പേരവിടെ നിങ്ങൾക്ക് ബീപ്പ് ചെയ്യേണ്ടി വരും. എൻ്റെ പേര് അവൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടൂല. ഞാൻ ആദ്യമേ പറയാം. ചാനലും കൊണ്ട് ഇരിക്കുന്നവർ സൂക്ഷിച്ചോളുക. എവളൊക്കെ 5000 രൂപ കൊടുത്ത് കൊണ്ടുവന്നിരുന്ന് കൊണയടിപ്പിച്ചിട്ട് അതിൽ കൂടെയുള്ള വരുമാനം മുഴുക്ക ഞാൻ കോടതി കൊണ്ട് കെട്ടിവെപ്പിക്കും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഞാൻ സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു. വോഡ്ക മേടിച്ചു തരുന്നതും സ്ഥിരം അടിക്കും ഫ്രണ്ടിലാണ്. ചേച്ചി, ഞാനിപ്പോ ചേച്ചിക്ക് സ്ക്രിപ്റ്റ് തരാം, മെസ്സേജ് സമൂഹത്തിന് കൊടുത്തിട്ട് എന്റെ പേഴ്സണൽ കാര്യം ചോദിച്ചു. ഞാൻ പേഴ്സണൽ കാര്യമാണ് അത് ശ്രദ്ധിച്ചാലല്ല, എന്റെ മാമന്മാരൊക്കെ നന്നായി കളിക്കാറ്. അവര് ക്രിസ്മസിനൊക്കെ പപ്പ ഇങ്ങനെ പറയാറില്ലേ? പറയാറൊന്നുമില്ല. പിന്നെ പപ്പമാരുടെ അമ്മമാരുടെ മുമ്പിലാണോ നമ്മൾ അടിക്കുന്ന കസിൻസ്? പപ്പമാരുടെ അമ്മമാരുടെ മുമ്പിലൊന്നും അല്ല അടിക്കണത്, രഹസ്യമായിട്ടാണ്. പക്ഷെ നാട് മുഴുക്ക അറിയാൻ കള്ളു കുടിക്കണം. എടി, നിനക്ക് കുറച്ചെങ്കിലും ഒരു ബോധവിവരം ഉണ്ടാടി. നീ ജീവിക്കാൻ പാടുപെടുന്ന ഒരു സ്ത്രീ എന്ന് മോങ്ങി അലച്ചത് കൊണ്ടല്ലേടി നിന്നെ ഇവരൊക്കെ സഹായിച്ചത്. നിനക്ക് കള്ളു കുടിക്കാനാണ് ആളുകൾ പൈസ തന്നത്. അത്രയും ഗതികെട്ട് കിടക്കുന്ന ഒരുത്തിക്ക് കള്ളുകൂടി ഉണ്ടെന്ന് ആത്മാഭിമാനത്തോടു കൂടി പറയുമ്പോൾ നിന്നെ സഹായിച്ചവരെ നീ കാർഗിച്ച് തുപ്പല്ലേ ചെയ്യുന്നത്. നിനക്കിത് മനസ്സിലാവുന്നില്ല അല്ലേ? നീ ചെയ്യുന്നതിന്റെ ആ ഡെപ്ത് എന്താണെന്ന് നിനക്ക് പിടികിട്ടുന്നില്ല. നീ കള്ളും കുടിച്ച് പേത്ത് തോന്നിവാസമായിട്ട് നടക്കുന്നു. പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയുന്നു. ഒരാളും അവളുടെ ഡ്രസ് കോഡിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇവള് തുണിയില്ലാതെ ഒരു ഷോ ചെയ്തു. ഇവിടെ ഇങ്ങനെ മുലക്കച്ചയും കെട്ടിക്കൊണ്ട് ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഓണ ഫോട്ടോഷൂട്ടും തരാം. അതുപോലും നമ്മളാരും എടുത്തു വെച്ചു. ഞാൻ ഒട്ടും പറയാൻ പോയില്ല, കാരണം വസ്ത്രം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. അതേസമയം പൊക്കിള് കാണിച്ചുകൊണ്ടുള്ള ഒരു സർക്കസ്, നിന്റെ ഓട്ട പൊക്കിള് കണ്ട ഒരുത്തർക്കും സാധനം പൊങ്ങൂല. അത് പൊങ്ങുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ വായി നോക്കിയാണ്, അത് ചത്തും പോയി. പിന്നെ ഇനി എന്തളവിനാണ് ഇത് കാണിച്ചുകൊണ്ട് നടക്കുന്നത്? അപമാനം എന്ന് പറഞ്ഞാൽ നിന്റെ 2 ആൺമക്കൾ, നീ മക്കളെന്ന് അവകാശപ്പെടുന്ന 2 പിള്ളേർക്ക്, അവർക്കാണ് അപമാനം. തള്ള ഇങ്ങനെയാണ് കൊണ്ടുവന്ന് തന്നേന്നു ഓർത്താൽ അത് കഴിച്ചാൽ ആ പിള്ളേർക്കാണ് അപമാനം. അല്ല വേറെ നാട്ടുകാർക്ക് എന്ത് കാര്യം? നീ എങ്ങനെയാ പിഴച്ചു പോകും? ആർക്കെന്ത്? ഇത് ഒരു കാര്യവും ഇല്ലാതെയാണ്. എനിക്ക് ഈ വിഷയമേ എടുക്കാൻ താല്പര്യമില്ല. എനിക്കറിയത്തില്ല. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് കോട്ടയംകാർ അല്ലെങ്കിൽ അച്ചായന്മാരൊക്കെ എല്ലാരും കഴിക്കുന്നതാണ്. വീട്ടിലുള്ളവരെല്ലാരും ഒരുമിച്ച്. എന്നാലും പപ്പാമാരൊന്നും, എന്നാലും എത്ര കസിൻസ് ആണ് അവളും മോനും തമ്മിൽ പിരിഞ്ഞോ എന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്, ബിഷപ്പിനെ ആക്രമിക്കുകയാണെങ്കിൽ ബിഷപ്പിന് മാത്രമേ ഇതിനകത്തൊരു പ്രതിവിധി എടുക്കാൻ പറ്റുള്ളൂ. 11 വർഷത്തിനകം ഇഷ്ടദാനം റദ്ദ് ചെയ്യാമെന്നൊരു നിയമവശം നമുക്കുണ്ട്. ആ നിയമവശം ഉപയോഗിച്ച് ഈ കരാർ അങ്ങ് റദ്ദ് ചെയ്യുക.
എന്തുകൊണ്ടെന്നാൽ ഈ വീടിനെ പറ്റി കംപ്ലൈന്റ് പറയുക, ഈ വീട് കൊടുത്ത ബിഷപ്പിനെ അപമാനിക്കാനും അവഹേളിക്കാനും ഇട്ടുകൊടുക്കുക, ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്ന ഈ സ്ത്രീക്ക് ആ വീട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ കാര്യം ഫിറോസ് കൃത്യമായിട്ട് ആ പയ്യന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പയ്യന്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് വന്ന് മര്യാദയ്ക്ക് ഞാനാണ് അതിന്റെ അധികാരിയെന്നും എനിക്ക് അതിനകത്ത് പരാതി ഇല്ലെന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ തീരുമാനം എടുക്കും എന്നുള്ള കാര്യം അവനോട് കൃത്യമായി ഉണ്ടാവാം എന്നാണ്, ഉണ്ട് എന്നല്ല, ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കും ആ പയ്യൻ വന്ന് പറഞ്ഞത്, ഇത് എനിക്ക് തന്ന വീടാണ്, ഞാനും എൻ്റെ അനിയനുമാണ് അതിന്റെ അധികാരി, അഥവാ വീടിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞങ്ങളത് റിക്കവർ ചെയ്തോളാമെന്ന്. ആ കാര്യം പറഞ്ഞപ്പോൾ വീട്ടിനെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് കിടന്ന ഈ നാറിയുടെ അണ്ണാക്കിൽ പിരിവെട്ടി. അപ്പൊ അവർക്ക് പിന്നെ ഇനി അതിനെപ്പറ്റി കുറ്റം പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യത്തിന് ആളുകൾ പറഞ്ഞതാണ് അവർ തമ്മിൽ തെറ്റി കാണും, അല്ലെങ്കിൽ അവർ തമ്മിൽ തെറ്റിലാണ്. പിന്നെ ഇപ്പം അമ്മയും മകനും രണ്ടാനമ്മയും തമ്മിൽ തെറ്റി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ മുമ്പിൽ നിന്ന് അവനെ ഫോൺ വിളിച്ചിട്ട് ഞാൻ ടാറ്റു അടിക്കാൻ പൈസ തരാമേ എന്നൊക്കെ പറയുന്ന ഒരു തേർഡ് റേറ്റ് കളിയുണ്ടല്ലോ, അത് ഈ സ്ത്രീ അവിടെ വെച്ച് കാണിക്കുകയുണ്ടായി. ഇത് ആരും ഇവരെ ഒന്നും പറയത്തില്ല. ഇവര് വിധവകളുടെ പിന്നെ മറ്റവളായി അവിടെ കയറി നിൽക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഞാൻ വിധവയാണ്, 1-2 വർഷമല്ല, എത്രയോ കാലങ്ങളായി ഞാൻ തനിച്ചാണ്. എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും പോയി ഞാൻ പിച്ചെ എടുക്കാൻ നിന്നിട്ടില്ല. ഫിസിക്കലി ഫിറ്റ് അല്ല ഞാൻ വീൽ ചെയറിൽ ഇരുന്നവളാണ്. 2019 വരെ വീൽ ചെയറിൽ ഇരുന്ന് കാര്യങ്ങൾ സാധിച്ചവളാണ്. എന്റെ കുട്ടികളുടെ പഠിത്തം, എന്റെ കുട്ടിക്ക് മൂത്തവനിക്ക് ഇപ്പോഴാണ് ജോലിയായത്, ഇതുവരെ അവന് ജോലി ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല കഷ്ടപ്പെട്ടാണ് എന്റെ മക്കളെ വളർത്തിയത്. എന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് പെൻഷൻ പണം പോലും ഞാൻ വാങ്ങാറില്ല. വളരെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് ജീവിച്ചിട്ടുള്ളത്. ഭർത്താവ് മരിച്ചാൽ ഉടനെ ഭിക്ഷ എടുക്കണമെന്ന് ഇവളോട് ആരാ പറഞ്ഞേ? അത് കൊടുക്കുന്ന മെസ്സേജ് റോങ് അല്ലേ? എല്ലാവരോടും സഹായിക്കുന്നെങ്കിൽ സഹായിച്ചോട്ടെ, അത് തർക്കമൊന്നുമില്ല. പക്ഷേ ഞാനൊരു വിധവയാണെന്ന് ഇത്രയും സൗഭാഗ്യം കിട്ടിയ ശേഷവും പറയുക മാത്രമല്ല, അത് കൊടുത്തവരെ കൂടെ വൃത്തികെട്ട രീതിയിൽ അവഹേളിക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കത്തില്ലേ? മറ്റുള്ളവർ പറഞ്ഞാൽ അസൂയാണെന്ന് പറയും. ഇപ്പൊ ഞാൻ റീച്ചിനാണെന്ന് പറയുമ്പോൾ അതല്ല എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്റെ ചാനലിന് ഇത്രയും സബുള്ള ഒരു ചാനലിന്റെ ഉടമയാണ് ഞാൻ. എനിക്ക് എവളെ കൊണ്ട് എന്ത് റീച്ച് ആവണമെന്നാണ് ഇവള് പറഞ്ഞുണ്ടാക്കുന്നത്? എനിക്ക് എവളെ കൊണ്ട് എന്തിനാണ് റീച്ച്? ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു തേപ്പുകാരിയാണെന്ന്, തെളിവുണ്ട് എന്റെ കയ്യിലെന്ന് പറഞ്ഞു. എന്നെ എന്തോരം സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തു. ഒരു കടപ്പുറം കക്കൂസിന്റെ ചാനലിൽ പോയിരുന്ന എന്നെ പച്ച തെറിയും വിളിച്ചിട്ടാണ് ഇവൾ അതിനകത്തോട്ട് പോയി കയറിയത്. അതിനകത്ത് കയറിയ ഉടനെ തന്നെ നാട്ടുകാർക്ക് മുഴുക്ക മനസ്സിലായി അവള് തേപ്പുകാരിയാണ്. എത്ര ആണുങ്ങളെ തേച്ച് അതിനകത്ത് ഇരുന്നോണ്ട് എത്ര പേര് പുറത്തു വന്ന ആ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ അടിക്കാനാ വന്നത്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം സത്യമല്ലാതായി വന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? ഞാൻ എതിർത്ത ഏതൊക്കെ പെണ്ണുങ്ങളുണ്ടോ അതിനെ കൃത്യമായ കാരണങ്ങൾ കൊണ്ടല്ലേ എതിർത്തത്. അവരാരെങ്കിലും ശരിയാണെന്ന് എവിടെയെങ്കിലും തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? തനൂജ ജോലി ചെയ്ത് ജീവിക്കത്തില്ല, നാട്ടുകാരെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ 1000 കൊടുത്തു, ഞാൻ 2000 കൊടുത്തു, ഞാൻ 3000 കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകക്ഷി അവളെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞവളും അവക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞ് നാട്ടുകാരെ ഇന്ന് പണം വാങ്ങി മാപ്പിളയ്ക്കും കൊച്ചുങ്ങൾക്കും ചെലവിന് കൊടുത്ത ചരിത്രം വരെ പുറത്തേക്ക് വന്നു. ഞാനിത് മുമ്പേ പറയല്ലേ? ഞാൻ പറയുമ്പം കുഴപ്പവും ഇവളുമാർ അങ്ങനെ റിവീൽ ആവുമ്പോൾ പ്രശ്നവുമാണ്. പിന്നെ ഇവക്ക് ഗർഭം ഉണ്ടായിരുന്നു, ഗർഭം ഇത് ഞാൻ പറഞ്ഞല്ലോ, അവളെ കൂട്ടുകാരി പറഞ്ഞല്ലേ, ഈ നിമിഷ ബിജു പറഞ്ഞു, മറ്റേ ആ കൊച്ചു പറഞ്ഞു, ഇവരൊക്കെ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞല്ലോ. എന്താ പ്രശ്നം എന്താ? പിന്നെ എന്നെ തീത്ത വിളിച്ചിട്ട് കൊണ്ടുപോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ശരിയാകും? നീ എന്നെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ശരി, ഞാൻ മിണ്ടാതിരുന്നിട്ടാണ് ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്താൽ പോലീസ് എടുക്കും. എന്നെ തെറി വിളിച്ചിട്ട് നീ കൊണ്ടുപോയി കൊടുത്താൽ നടക്കുമോ? ടൈം ടു ബെഡ് എന്ന്. ഈ ബിഷപ്പ് ആരെയാ പേടിക്കുന്നത്? ബിഷപ്പിനെ റദ്ദ് ചെയ്യാൻ ഇല്ലല്ലോ, ബിഷപ്പ് അത് ഓൾറെഡി പേപ്പർ വർക്ക് ആണ്. വരും ദിവസങ്ങളിൽ ഇവള് വീട് വിട്ട് ഇറങ്ങേണ്ടി വരും, വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അതിൽ തർക്കമൊന്നുമില്ല. അവർക്ക് ചോദിക്കാനും പറയാനും ആളില്ലാത്തത് കൊണ്ട് അവരെ എന്തും പറയാമെന്നുള്ള അഹങ്കാരമാണ് നിങ്ങൾക്ക്. ആ അഹങ്കാരമാണ് സന്ധ്യ അവക്കും. എന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നുള്ള അഹങ്കാരമാണ് ആ നായിന്റെ മോക്ക്. എൻ്റെ അപ്പൻ ഇറങ്ങി നിൽക്കുന്ന, എൻ്റെ ഉപ്പ മരിച്ചു പോയില്ലേ? എൻ്റെ ഉപ്പ മരിച്ചു പോയതാണ്, എൻ്റെ ഉമ്മ സുഖമില്ലാതിരിക്കുന്നവരാണ്, എനിക്ക് ഭർത്താവില്ലാത്തവളാണ്. എനിക്ക് ചോദിക്കാനും പറയാൻ 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ, അവരാരും ആരുടെ ഒന്നിനും വരുന്നവരല്ല. ആ ധൈര്യം കൊണ്ടല്ലേ അവൾ കാണുന്നിടത്തൊക്കെ പോയിരുന്ന ഷെഫീന ബീബി എന്ന് സംസാരിക്കുന്നത്. എന്താടി ആ പോയിന്റ് നിനക്ക് കയറുന്നില്ലേ? നീ ആ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളോളാം, ഈ ഭാഗം എന്താ ചിന്തിക്കാത്ത? ഞാൻ ഒരു സെലിബ്രിറ്റിയും അല്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുമില്ല, എന്നെ ആരും ഒരിടത്ത് ഒരു ഉദ്ഘാടനത്തിന് വിളിക്കുന്നുമില്ല, അങ്ങനെ യാതൊന്നും ഒരു രീതിയിലുള്ള പ്രിവിലേജും എനിക്കില്ല. അപ്പൊ എനിക്ക് അങ്ങനത്തെ യാതൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്നെ എന്തും പറയാമെന്നാണോ ഈ എന്തരച്ച് നാറി അഭിസാരിക വിചാരിച്ചിരിക്കുന്നത്? ആണോ? ഞാൻ അവളെ പോലെ നടക്കുകയാണ്? എന്തടിസ്ഥാനത്തിലാണ് നീ ആ വർത്തമാനം പറയുന്നേ? തോന്നിവാസം ഇങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ നിന്നെ പോലെയാണെന്ന് വിചാരിച്ചടി പഞ്ചായത്ത് കക്കൂസിന്റെ മോളെ. എടി അലവലാതിക്കൊണ്ടായവളെ, അവൾ എന്ത് തോന്നിവാസം പറയാതെ ഷെഫീന കേട്ടോണ്ടിരിക്കണമെന്ന്? എന്താ ഷെഫീനക്ക് ചെലവിനിരുന്ന ഈ നാറിയാണോ? മൈക്കാട് തങ്കച്ചനാണോ എനിക്ക് ചെലവിനിരുന്നത്? ആണോടി?
സ്വന്തം മോളെ കണ്ടണക്ക് വിട്ട് അതിലിരുന്ന് തിന്നുന്ന ആ തന്തയ്ക്കല്ലേ ഞാൻ കൊടുത്തത്. ആ തന്തയ്ക്ക് നാണമുണ്ട്. തന്ത തന്നെ അവളുടെ കൊച്ചിനെ നിങ്ങൾ നോക്കുവോ? നാട്ടുകാർ നോക്കുവോന്ന്? നിന്റെ മോള് കിടന്നുണ്ടാക്കിയ കൊച്ചിനെ നാട്ടുകാർ നോക്കണം. തങ്കച്ചനിക്ക് അത്ര ബോധമില്ല. സ്വന്തം മോള് കണ്ടവന്റെ കൂടെ കിടന്നുണ്ടാക്കിയ കൊച്ചിനെ നാട്ടുകാർ നോക്കണമെന്ന് പറയാൻ അയാൾക്കെന്താ ഭ്രാന്താണോ? അയാൾക്കെന്താ നട്ടലില്ലേ? കൈകാല ആരോഗ്യമില്ലേ? പോയി കൂലിപ്പണിയെടുത്ത് കൊച്ചിനെയും പെണ്ണിനെയും കൊച്ചിനെ നോക്കണം. രണ്ടാം കെട്ടുകാരനോടെ കെട്ടിച്ചു കൊടുത്തതല്ലേ അയാള്? അയാൾക്കെന്ത് യോഗ്യത? പിന്നെ ക്രിസ്ത്യാനിറ്റിയെ പറയണ്ട. ഏത് അച്ചായത്തി? എവിടുത്തെ അച്ചായത്തി? മതം കൂടി വന്നവരല്ലേ? മതം കൂടി വന്ന പരമ്പര പണക്കാരാണ് ഞങ്ങൾ, പരമ്പരയായിട്ടിരുന്ന് മാജിക് മൊമെന്റ് അടിച്ചവരാണെന്ന് ഇത് കേട്ടോണ്ട് മിണ്ടായിരിക്കണോ? ആ എന്തടിസ്ഥാനത്തിൽ നിങ്ങളത് പറയുന്നത്? എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ വർത്തമാനം പറയുന്നത്? ഞങ്ങൾക്കും ഭർത്താവ് ഉണ്ടായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്ന നല്ല കാലഘട്ടം, ഭർത്താവിന്റെ ഒപ്പം പൈസ ഉണ്ടായിരുന്ന കാലഘട്ടം. ഞങ്ങൾക്ക് മാജിക് മൊമെന്റ് അടിക്കണമെന്ന് തോന്നിയില്ല. മാജിക് മൊമെന്റ് അടിച്ചുകൊണ്ട് നടക്കുന്നതല്ലായിരുന്നു ലൈഫ്. അതാണോ ലൈഫ്? അത്ര ഭയങ്കര ആത്മാഭിമാന ബോധത്തോടു കൂടി പറയുന്നത് മാജിക് മൊമെന്റ് അടിച്ചുകൊണ്ട് നടക്കണമെന്ന്. പിന്നെ ഞാൻ ആരെ കൂടെ പോയാൽ നിങ്ങൾക്കെന്ത്? ഞാൻ ഗർഭിണിയായാൽ നിങ്ങൾക്കെന്ത്? അയ്യോ, ഞങ്ങൾക്കൊരു മൈലും ഇല്ല. ഗർഭിണിയായെങ്കിൽ അത് പൊത്തിക്കൊണ്ട് വീട്ടിയിരിക്കണം. ഗർഭം അലസിപ്പിച്ച അത് ഇന്ത്യൻ നിയമപ്രകാരം ശിക്ഷാർഹമായ നടപടിയാണ്. ഇതിപ്പോ ഒരുത്തൻ ജയിലിൽ പോയത് എന്തിനാണെന്നറിയോ? ഗർഭം അലസിപ്പിക്കാൻ കൂട്ടുന്നതിനാ. അവന്റെ കൂടെ പുറത്തെ ഒരുത്തിക്ക് ഗർഭം ഉണ്ടായി, ആ ഗർഭം അലസിപ്പിക്കാൻ പോയതിനാണ് അവനെ പിടിച്ചകത്താക്കിയിരിക്കുന്നത്. ഇപ്പോൾ അത് ഇന്ത്യയിലെ നിയമം വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുറ്റമാണ്. നീ കിടന്നു കൊടുക്കാൻ നിനക്ക് കൊച്ചുണ്ടാവൂലല്ലോ. നിനക്ക് കൊച്ചുണ്ടായല്ലേ, അതിനെ വളർത്താൻ പഠിക്കണം. അതെങ്ങനെ വളർത്തും? ആ കൊച്ചിന് പിന്നെ എന്തിനാ കുഴപ്പമുണ്ടായിരുന്നു? എടി ഡേറ്റ് പുറത്തു വിടറി, നീ അബോഷൻ ചെയ്ത ഡേറ്റ് പുറത്തു വിടറി. ചത്ത് മലച്ച ശേഷം, മാപ്പിള ചത്ത് മലച്ച ശേഷം അബോഷൻ നടത്തിയിട്ട് പിന്നെ ആ വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് കയറല്ലേ? അത് എന്ത് വൃത്തികെട്ട വർത്തമാനമാണ്? അവൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന്. ഇപ്പൊ നീ വന്ന് ചോദിച്ചത് നിന്റെ കുഞ്ഞമ്മയുടെ മോളായതുകൊണ്ടാണോ? ഓടി ഇപ്പൊ നീ വന്ന് കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ടല്ലോ. എനിക്ക് വേണ്ടി ഈ കമന്റ് ഇട്ട് അവളുടെ അടുത്ത് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവൾ എന്ത് പോക്കൃത്തരവും പറയുന്നു, ഞാനത് കേട്ടോണ്ടിരിക്കണോ? നിനക്ക് പറയാമെങ്കിൽ എനിക്കും പറയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ നേരെ പാഞ്ഞു കയറിയ ഒരു സീൻ നീ കണ്ടതല്ലേ? എന്തടിസ്ഥാനത്തിൽ അവൾക്ക് എന്റെ നമ്പർ ഇല്ലേ? അവൾക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ നേരിട്ട് പറയാമല്ലോ. അപ്പൊ അവള് പബ്ലിക്കിൽ പറഞ്ഞാൽ ഞാനും പബ്ലിക്കിൽ പറയും, നേരിട്ട് പറഞ്ഞാൽ ഞാൻ അതുപോലെ കേൾക്കും. പബ്ലിക്കിൽ എന്തിനു കിടന്നുണ്ടാക്കുന്ന? നീ എന്റെ വീട്ടിൽ വാടി എന്നല്ലേ പറഞ്ഞത്? ഇവക്കേത് വീട്? ആ വീട് കൊടുത്തിരിക്കുന്നത് ബിഷപ്പാണ്. ബിഷപ്പ് കൊടുത്തത് കുഞ്ഞുങ്ങൾക്കാണ്. ഇവക്കെന്താ അവകാശം? അവളുടെ കൊച്ചിന് 18 വയസ്സാവുമ്പോൾ അവൾ അവകാശം കൊണ്ട് അവിടെ വന്ന ന്യായമുണ്ട്. ആ ചെറുക്കന്റെ പേരിലിരിക്കുന്ന വസ്തുവാണ്. ഇനി അവനും വേണ്ട, അവനും ആ വസ്തുവിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുന്നത്. നിലയ്ക്ക് നിർത്തേണ്ടവരെ നിലയ്ക്ക് തന്നെ നിർത്തണം. സ്വന്തം വസ്തുവകകളാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്നുള്ള ബോധം ആ പയ്യന് വേണ്ടേ? നീ കൊടുക്കൂടി ഒരു 2 സെന്റ് ഭൂമി. ആർക്കെങ്കിലും നിന്നെ കൊണ്ട് പറ്റുമോ 2 സെന്റ് ഭൂമി കൊടുക്കാൻ? പറ്റുമോ? നീ ഒന്ന് കൊടുത്താണ് കാണട്ടെ. ആ മനുഷ്യന്റെ പൂർവ്വപിതാക്കന്മാർ അധ്വാനിച്ചുണ്ടാക്കിയ വസ്തുവകകൾ അദ്ദേഹത്തിന് സൂഹിക്കാനും അദ്ദേഹത്തിന് തിന്നാനുമാണ്. അതിൽ നിന്ന് ഒരു 5 സെന്റ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി നക്കിക്കൊണ്ട് മിണ്ടാതിരിക്കണം. പിച്ചക്കാരി, ഭിക്ഷ എടുക്കുന്ന പിച്ചക്കാരി പൊത്തിക്കൊണ്ടൊരു അരിവിനിരിക്കണം. അല്ല നാട്ടുകാരെ നെഞ്ചത്ത് കയറുകയല്ല. ഞങ്ങളാരും വിധവാ പെൻഷനും വിധവാ തേങ്ങയും കാണിച്ചുകൊണ്ട് ആരുടെ വന്നിട്ടില്ല. വിധവയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരിടത്തും പിച്ച എടുക്കാൻ വന്നിട്ടില്ലടി നാറി. അങ്ങനെ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, വീഡിയോ ചെയ്യുന്നെന്ന് പറയുന്നത് സമൂഹത്തിന്റെ കാര്യങ്ങൾ, അതായത് സൊസൈറ്റിക്ക് ഉതകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലാതെ മോശമല്ല പറഞ്ഞത്. നീ ഏത് പൂവാണ്? നിന്റെ അമ്മച്ചിയുടെ അടിയന്തരം നാറി. തന്തയ്ക്ക് തള്ളക്കി വിളിയാക്കാനല്ലേ നീ വന്ന് ഈ വർത്തമാനം എഴുതി ഇടുന്നത്? അതിനുള്ള വെള്ളം വാങ്ങി വെച്ചുതരാം. നീ എന്റെ ഫോൺ നമ്പറിലൊന്ന് വിളിക്ക്. നിനക്ക് ഏത് പൂവാണ് ഏത് കായാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. തള്ളതോ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന മോൻ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. പെട്ടെന്ന് ചെല്ല്. ഇന്നത്തെ റേറ്റ് എത്ര കിട്ടിയെന്നും കൂടെ ചോദിക്കും. ഇറങ്ങിക്കൊണ്ട് അലവലാതി വാസവതയുടെ മോനെ ഒറ നാറി. വന്ന് എൻ്റെ അടുത്ത് എൻ്റെ വായെന്ന് കേൾക്കരുത് അമരാവതം. അവളെ പറ്റി ഞാൻ ഇതുവരെ ഒന്നും പറയാനോ ഒരു കാര്യത്തിനോ ഇതുവരെയും ഇല്ല. നമ്മൾ എല്ലാവർക്കും ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ആണ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളത്. റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവള് തന്നെയാണ് ഞാൻ. വിമർശനാത്മകമായ കാര്യങ്ങൾ പബ്ലിക്കിൽ ഇരുന്ന് പറഞ്ഞാൽ അത് ദൈവം തമ്പുരാനായാലും പറയും. പ്രധാനമന്ത്രിയെ വിടുന്നില്ല, മുഹമ്മദ് നബിയെ വിട്ടില്ല, പിന്നെ എവളെ വിടുവോ? ഇവളെ ആര്? അപ്പോസ്തലയാ? ഒരു കാര്യവുമില്ലാതെ രേവതി ഒരു ഇന്റർവ്യൂ, ബഹ്റൈൻ പോകുന്നതിന് മുമ്പ് ഒരു ഇന്റർവ്യൂ ഇടുന്നു. അവൾ ബഹ്റിനിലോട്ട് കെട്ടിക്കയറുന്നതിന് മുമ്പ് ആ ഇന്റർവ്യൂ പബ്ലിഷ് ആവുന്നു. അതിനകത്ത് വ്യക്തമായി എന്റെ പേര് പരാമർശിക്കപ്പെടുന്നു. എന്തടിസ്ഥാനത്തിൽ? എന്തിന്? ഇവക്ക് ചാനലുണ്ടല്ലോ, അതിനകത്തിരുന്ന് കുരച്ചാ പോരെ? മറ്റ് ചാനലുകാരുടെ ശ്രദ്ധയ്ക്കാണ്. എന്റെ പേര് ഈ നായിന്റെ മോള് നിങ്ങളുടെ ചാനലിൽ ഇരുന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. തർക്കമേ വേണ്ട. എനിക്കൊരു ബിഷപ്പിന്റെയും സഹായം വേണ്ട, ഒരു ഫിറോസിന്റെയും സഹായം വേണ്ട. എനിക്ക് തനിച്ച് സംസാരിക്കാൻ അറിയാം. ഞാനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി തെളിവ് വെച്ചാ പറഞ്ഞത്, നുണയല്ല പറഞ്ഞത്. തെളിവ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുക. അല്ലാതെ പേപ്പട്ടിയെന്നും ചൊറനായെന്നും ഒക്കെ എന്നെ കുറിച്ച് മോശം പറയാൻ നിങ്ങൾ അവസരം ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമം കൊണ്ട് ഞാൻ നേരിടേണ്ടി വരും. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ വായിരിക്കണ കേൾക്കാനും കൂടെ തയ്യാറാവുക.
ഈ ചാനലുകാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും മുത്തിക്കും ഒക്കെ ഞാൻ വിളിച്ചിരിക്കുന്നു. മാത്രമല്ല ആ ഇന്റർവ്യൂ എടുത്ത ആ നായിന്റെ മോൾക്കും ഞാൻ നായ എന്ന പേരിട്ടിരിക്കുന്നു. അത് കേട്ടോണ്ട് കിണിച്ചോണ്ടിരുന്നില്ലേ? അതുകൊണ്ട് സുഖമുണ്ടാ? നമ്മൾ ചാനൽ വളർത്താൻ വേണ്ടിയിട്ടാണ് അവളെ ഇതെടുത്തെന്നാ പറഞ്ഞത്. എവള് കാരണം എത്ര ചാനൽ എന്റെ വളർന്നു. എന്റെ ചാനലിൽ എന്ത് വളർച്ചയാണ് അവള് കണ്ടത്? ഈ നാറിയെ എടുത്ത ശേഷം ഈ ചാനലൊന്ന് റൈസപ്പായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എത്ര നാൾ കൂടിയിട്ടാണ് ഇതൊന്ന് സബ് കൂടി വരുന്നത്? മറ്റേത് അങ്ങനെയല്ല, 3 ദിവസത്തെ ഒരിക്കൽ നല്ല സബ് കയറുന്ന ചാനലായിരുന്നു. ഇവളെ എടുത്ത ദിവസം തൊട്ട് ഇത് ഡൗൺ ആണ്. എന്നിട്ട് അവള് പറയണത് ഇവളെ കൊണ്ടാണ് ഞാൻ റീച്ച് ഉണ്ടാക്കിയത്. അതെന്ത് അടിസ്ഥാനത്തിലാണ് ആ വൃത്തിയോട് പറയുന്നത്? എവിടെയെങ്കിലും പോയി തെണ്ടി തിന്നുന്ന തെണ്ടികളൊക്കെ വന്നിരുന്ന് ഷെഫീനക്ക് മാർക്കിടാൻ വന്നേക്കുന്നു. തെണ്ടി തിന്ന് ജീവിക്കുന്ന പെണ്ണാണ് തെണ്ടി, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ഞാനൊരു വീട് വെച്ചിട്ടുണ്ട്, 28 പറവുന്നിലൊന്ന് നോക്കിയാൽ മതി. കുഞ്ഞു വീടാടി, അന്തസ്സായിട്ടാണ്. അതിന്റെയും മകളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പിന്നെ ചോർച്ച വരുന്നുണ്ട്, വെള്ളം കെട്ടി നിന്നിട്ട് എന്തോ ചോർച്ച എന്തിനാ ഉണ്ട്. അതുകൊണ്ട് ഉടനെ വാർത്താ ചാനലുകാരിൽ എല്ലാവരും ഓടി വരി, സുചേട്ടൻ ചത്തുപോയ ശേഷം ഞാൻ നോക്കുന്ന കുണിച്ചേട്ടൻ കാശ് കൊടുക്കാനുള്ളവർ ഇപ്പോഴും ഉണ്ടടി. നാട്ടുകാരെ പൈസ ഊമ്പിച്ച് നടന്ന ഒരു തെണ്ടി കള്ളുകൂടിയ പെണ്ണ് പിടിയൻ, അവന്റെ കെട്ടിയോളായിട്ട് കണക്കുന്ന ഒരു അലവലാതി വന്നിരുന്നുണ്ട് ഷെഫീനാക്ക് മാർക്കിടുന്നു. തന്തയ്ക്ക് പറക്കാഴിക പറഞ്ഞാൽ തിരിച്ചും അതുപോലത്തെ തന്തയ്ക്ക് പറക്കാഴിക എന്റെ വായെന്ന് കേൾക്കും, അത്രേ ഉള്ളൂ. തൊട്ടട മുടി മാൻഡ്രേക്കാണ്. അതൊന്നുമല്ല, ഒരു മാൻഡ്രേക്കിസൊന്നുമല്ല, അഹങ്കാരം. അവക്ക് റീച്ച് ഇല്ലെങ്കിൽ അവൾ എല്ലാവരെയും അങ്ങോട്ട് ചൊറിയുക. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ദേവ് ഏറ്റവും കൂടുതൽ ദേവ് യൂട്യൂബർ ഉണ്ട്, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് സീരിയൽ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. കൃത്യമായ എവിഡൻസ് വെച്ച് കാര്യങ്ങൾ പറയുന്ന പയ്യനാണ്, കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ചെറുക്കനാണ്. എന്താണ് അവന്റെ പേര് അവളെ നാക്കിൽ വരാത്തത്? അതിൽ വ്ളോഗിനെ വിട്, പോട്ടെ, അവർ തമ്മിൽ ശത്രുതയുണ്ടെന്ന് പറയും. ഈ അനീഷ് വ്ളോഗ് ഇവക്കെതിരെ എത്രയോ വീഡിയോ ചെയ്യുന്നു. ഇവൾ എന്തെങ്കിലും ഒന്ന് ശ്വാസം വിട്ടാ ചെറുക്കൻ വീഡിയോ എടുത്തോണ്ട് പോകണാണ്. അവന്റെ പേരെന്താ ഇവക്ക് നാക്കിൽ വരാത്തത്? അതെന്താ ഷെഫീന ബീബി? അപ്പൊ എളുപ്പോ ഇളക്കരോ? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അനീഷൊക്കെ വിമർശിക്കുന്നവരാ, ഷെഫീന വിധവയാ. ഷെഫീന നല്ല ആത്മാഭിമാന ബോധത്തോടു കൂടി നിൽക്കുന്ന സ്ത്രീയാ. അപ്പൊ ഷെഫീന പറയുമ്പോ അതിന് വാല്യൂ ഉണ്ട്. നാറിയവളെ, മാപ്പിള ചത്ത ഉടനെ അയാളെ ശവവും വെച്ച് വില പേശിയവളല്ല ഷെഫീന. വിധവയായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നിന്റെ ഈ വിധവ വെച്ചിട്ടുള്ള കളി അങ്ങ് നിർത്താൻ പറഞ്ഞത്. വിധവയാണെങ്കിൽ വീട്ടിൽ തന്തയില്ലേടി? തന്തയില്ലേ നോക്കാൻ നിന്നെ? ചേച്ചിയും ചേച്ചിയുടെ കെട്ടിയവനും ഒക്കെ വന്ന് അട്ടിപ്പേറ് കിടക്കുന്ന നിന്റെ വീട്ടിൽ നാണം കെട്ടവളെ. ആ കൊച്ചിന് വേണ്ടിയിട്ട് എനിക്ക് ഋത്തപ്പ എന്നെ കണ്ടോളാൻ വയ്യാന്നും പറഞ്ഞ് ചാടിയത് മാജിക് മൊമെന്റ് കുത്തിക്കയറ്റാനല്ലേടി നാറി? അന്തസ്സുള്ളതാണെങ്കിൽ പോയി ചാവടി നാറി. ഷെഫീനയുടെ തലയിൽ കയറാതെ പന്നിക്ക് പറഞ്ഞോളെ, പട്ടിന്ന് വിളിക്കുന്ന നിന്റെ തന്ത പട്ടി. ഷെഫീന പറവൂരല്ലേ? പറകുന്നില്ല. അത് തന്നെ. ഷീ തിക് സ്കിന്നഡ്, നത്തിങ് വിൽ അഫക്ട് ഹേർസ്. അവള് കാണ്ടാമൃഗത്തിന് തൊലി കെട്ടി കൊണ്ട് നടക്കുന്നു, അല്ലാതെ ഒന്നുമല്ല. എനിക്കുണ്ട് 2000 തരാൻ, ചെറിയ എമൗണ്ട് ആണ് എന്നാലും തരാനുണ്ട്. രേണുവിന് ഓപ്പറേഷൻ ആണ് എന്ന് പറഞ്ഞാണ് വാങ്ങിയത്. എത്ര ചോദിച്ചിട്ടും തന്നില്ല തിരിച്ച്. അത് കിട്ടിയൊന്നുമില്ല, വെള്ളത്തിൽ വരച്ച വര, അത്ര തന്നെ. അത്രേ ഉള്ളൂ. നമ്മൾ ഒരു സമയം മെനക്കെടുത്തി ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് അത് കഴിഞ്ഞ് മറ്റൊരു കാര്യം നമ്മൾ അതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ഇനി അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അവൾ കൊടുക്കേണ്ടത് ആ പെണ്ണിനെതിരെയാണ്. നിമിഷ ബിജുവും മറ്റേ കൊച്ചുവല്ലേ പറഞ്ഞത്, അവർക്കെതിരെ ഇവക്ക് പരാതിയില്ല. ഷെഫീന ബീബിക്കാണ് കുഴപ്പം. അതെന്താ അടിസ്ഥാനത്ത് ഷെഫീന ബീബി പറഞ്ഞ ഇവള് കണ്ടെടുത്ത് പോയി നിരങ്ങിയെന്നും പ്രസവം ഉണ്ടാക്കിയെന്നും ഞാൻ പറഞ്ഞ? ഇല്ലല്ലോ. ഇപ്പോഴല്ലേ ചരിത്രം ഞാൻ പറയുന്നത്. പിന്നെ ചുണിച്ചാട്ടനെ ഓർത്ത് ഇത്രയും വേദനിക്കുന്നെടി. ലോകത്ത് ഒരു സ്ത്രീയും തന്റെ ആദ്യത്തെ അനുഭവം മറക്കത്തില്ല. നിന്റെ ആദ്യത്തെ കെട്ടിയവനെ പറ്റി നിനക്കൊരു ചിന്തയില്ലേ? നീ ഓർത്ത് പരിതപിക്കേണ്ടതും വേദനിക്കേണ്ടത് നിന്റെ ആദ്യം നിന്നെ കയറിയവനെ അല്ലേ? എന്നിട്ട് യാദവ് നിനക്ക് ഓർമ്മ വരുന്നില്ലേ? ബിനുവിനെ നിനക്ക് ഓർമ്മ വരുന്നില്ലേ? എന്ത് അവൻ നിന്നെ കയറിയില്ലായിരുന്ന? ആ മണപ്പിച്ചതേ ഉള്ളോളായിരുന്ന? അവന്റെ കൂടെ ജീവിച്ച് അവനെയും തേച്ചിട്ടല്ലേ നീ ഇവന്റെ കൂടെ ഇറങ്ങി വന്നത്? ഇവൻ വീണയുടെ ഭർത്താവായിട്ടല്ലേ ഉണ്ടായിരുന്നത്? വീണയുടെ ഭർത്താവായി ജീവിച്ച ആ പെണ്ണിനെ അടിച്ചു കളഞ്ഞ് അവന് മെസ്സേജ് അയച്ച് അവനെ ഉടായ്പിൽ കൂടെ അവിഹിതത്തിൽ കൂടെ ചുറ്റിക്കെട്ടി കയറിയതല്ലേ ഡി നാറി നീ? എത്ര കാലം നീ വിവാഹം കഴിക്കാതെ അവന്റെ കൂടെ ജീവിച്ച്? എന്നിട്ട് ഞാണു ചുണിയെ കണ്ട ഉടനെ കള്ളു കുടിച്ച് പെണ്ണും പിടിച്ചു കിടന്ന ഒരുത്തനെ അവനെ കുറിച്ച് പോലും മോശം പറയേണ്ട ഗതികളിലേക്ക് കൊണ്ടെത്തിച്ച ചത്തുപോയവൻ ചത്തുപോകാതെ ഈ നാറിയെ തന്നിട്ട് പോയിരിക്കുന്നു ബാക്കിയുള്ളവർക്ക് ശല്യം ചെയ്യാനായിട്ട്. അതേപോലെ മറ്റേ എന്തിരച്ചി ഉണ്ടല്ലോ, അവള് സ്പ്രേയും കൊണ്ട് വന്നേക്കുന്നു. ചാനൽ വളർത്താൻ നിന്നെ ഉപയോഗിച്ചത് അവളൊക്കെയാണ്, ഞാനല്ല. അവക്ക് ചാനലിൽ നല്ല റേറ്റിംഗ് കയറി. നിനക്ക് കുറച്ച് സ്പ്രേയും മൈലും ഒക്കെ കൊണ്ട് തന്നപ്പോഴത്തേക്ക് ഒരു കാര്യമില്ലാതെ ഷെഫീനയുടെ നേരെ കയറുന്നു നായിന്റെ മോള്. ക്യാഷ് തരാനുള്ള വാട്സപ്പ് ചാറ്റ് സുധിയായിട്ടുള്ള ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ചേച്ചി നല്ല ബർഗണ്ടി കളർ ലിപ്സ്റ്റിക് ഇട്ടു, ചേച്ചിക്ക് സൂപ്പർ. എൻ്റെ പൊന്നു ശ്രീലത കൊച്ചെ, എൻ്റെ
മർത്ഥം ഞാൻ ഒന്നും പറയുന്നില്ല, നീ പോവാൻ നോക്ക്, വെറുതെ ഓരോന്ന് പറയാതെ. ഓരോരോ ചാനലുകാരുടെ അടുത്ത് പോയിരുന്നു കൊണ്ട് ഈ പേര് പറയാതെ നീ നിന്റെ കാര്യങ്ങൾ മാത്രം പറയാം. ഞാൻ നല്ല കള്ളു കുടിശ്ശിയാണ്, ഞാൻ കള്ളു കുടിച്ച് പിറ്റായി, ഞാൻ ഇങ്ങനെ കുണുങ്ങും, ഞാൻ അങ്ങനെ കുണുങ്ങും. അങ്ങനെ പറഞ്ഞാൽ നാട്ടുകാർക്ക് എന്തോ തോന്നും, നാട്ടുകാർ നെഗറ്റീവ് അടിച്ചാലും എനിക്ക് അങ്ങനെ ഒരു റീച്ച് വേണം എന്ന ഒരു ടേമിൽ നടക്കുന്ന വിഷജന്തു. എടി വിഷപ്പാമ്പ് അദ്ദേഹമല്ല, നീയാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂറ വിഷം. അല്ലാതെ സ്വത്ത് തന്നവർക്കെതിരെ ഇത്രയും വൾഗറായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയൂ ആരെങ്കിലും? ഒരു കാര്യവുമില്ലാതെയാണ്. എന്തടിസ്ഥാനത്തിലാണ്? വസ്തു കൊടുക്കോ, വാങ്ങോ, കിടക്കോ, മലക്കോ ഒക്കെ ചെയ്യട്ടെ. അവന്റെ പേരിലാണ് ഇത് അത്രയും കിട്ടിയതെങ്കിൽ. ഇതേപോലെ വേറൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അതെടുത്ത് പബ്ലിക് ചെയ്യണമെന്ന് വെച്ചാണ്. പിന്നെ ചിരിച്ചുകൊണ്ടാണ് ഇവന്റെ മരണാനന്തര ചടങ്ങിന് ആളുകളെ ക്ഷണിച്ചെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോക്കാരൻ ചോദിക്കുന്നു. അത്രയ്ക്ക് ക്രോസ് വാച്ച് ചെയ്യും ആളുകൾ. ആ പൊട്ടനിക്ക് മന്ദബുദ്ധി ആയതുകൊണ്ടാണ്. അവൻ ചത്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ നായിന്റെ മോളാണ്. കാരണം എങ്ങനെയെങ്കിലും അവൻ ചത്തൊടുങ്ങിയാൽ അതിൽ കൂടെ 10 രൂപ, അതാണ് അവളുടെ ഉദ്ദേശം. അല്ലാതെ വേറെന്തോന്നാണ്? ചത്തൊടുങ്ങിയെങ്കിൽ രക്ഷപ്പെട്ട് എന്നുള്ള രീതിയാണ്. ഭർത്താവ് മരിച്ചതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരേ ഒരു ലേഡി അത് ഈ സ്ത്രീയാണ്. ഭർത്താവിനെ വെച്ച് വിലവേശി ഉണ്ടാക്കുന്ന ആ കൊച്ചടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ കുട്ടി എപ്പോഴെങ്കിലും ഈ തള്ളയേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാനോ വല്ലതും വരുന്നത് കണ്ടിട്ടുണ്ടോ? ഇവൾ പിടിച്ചാൽ പോലും ഒന്നും നിൽക്കാറില്ല. അതിൽ കൂടെ വളരുമ്പോൾ ചെവിക്കലുകളൊക്കെ അടി കൊടുക്കും ഇവർക്ക്. വല്ലവന്റെ പെരടത്തിൽ കയറി വല്ലവന്റെ ഔദാര്യത്തിൽ ജീവിച്ച് വല്ലവന്റെ ചാപ്പാട് നിന്നുകൊണ്ട് കിടക്കുന്ന നാറി തെണ്ടിച്ചിക്കാണ് ഷെഫീനായ പട്ടി എന്ന് വിളിക്കാൻ. പട്ടി നിന്റെ തന്ത മൈക്കാട്, മനസ്സിലായി? നാറി പട്ടി എന്ന് വിളിക്കുന്നത് നിന്റെ തള്ളച്ചിയാണ്. പട്ടി നാറി. എല്ലാത്തിനും താഴെ വന്നേ ഉള്ളൂ സമ്മാനം. എത്ര വഴക്ക് പറഞ്ഞിട്ടും ആ കുട്ടിക്ക് നാണമില്ലല്ലോ. നിങ്ങൾ എത്രത്തോളം സ്ട്രെയിൻ ചെയ്യുന്നു. പക്ഷെ ആ രേണുവിന് നാണം എന്ന വികാരമില്ല. വിൻസി, ഞാൻ അവർക്ക് നാണം വരാൻ വേണ്ടി പറഞ്ഞതല്ല. ഇപ്പൊ വീണ്ടും ഇരുന്നുകൊണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്തതുകൊണ്ട് ഞാൻ കമന്റ് ഇട്ടതാണ്. എനിക്കെതിരെ എന്തിനു വീഡിയോ ചെയ്യുന്നത്? ചാനലുകളിൽ പോയിരുന്ന എന്റെ പേരെന്തിനു ഉപയോഗിക്കണം? എന്തടിസ്ഥാനത്തിൽ? അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞ അതേ കാര്യമല്ലേ നമ്മൾ പറഞ്ഞുള്ളൂ. ശരി, ഷെഫീന ബീവി ഇങ്ങനെ വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ, പട്ടിയാത്രേ. അതെങ്ങനെയാണ് പറയണത്? അവളെ തന്ന മൈക്കാടിന്റെ പേരാണോ എനിക്ക് ഇടുന്നത്? ഞാൻ പട്ടിയെന്ന് പറയാൻ? ഞാൻ കോട്ടയത്ത് അച്ചായത്തി ആയതുകൊണ്ട് ഞാൻ കൂച്ചു വന്നു. കോട്ടയത്ത് അച്ചായത്തിമാരെല്ലാം കൂച്ചോണ്ട് കിടക്കുകയല്ലേ? അതെന്ത് വർത്താനം അത്? കോട്ടയംകാരിയാ? ഉടനെ ഞാൻ കോട്ടയത്തുള്ളവളാണെന്ന്. എന്തൊരു അഭിമാനം കോട്ടയക്കാരിയാണെന്ന്. ഇവിടെ എവിടെയുള്ളതാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞില്ലേ. തമിഴ്നാട്ടിൽ നിന്ന് ചേക്കേറി വന്ന നാറി. എന്നിട്ട് അവൾക്ക് ഇപ്പോൾ കോട്ടയം, കേരളത്തിലുള്ളത് പോലും അല്ല ലെവലാതി. സെലിബ്രിറ്റിയാണ് വച്ച തുള്ളും പോലെ മലരി. അപ്പൊ ശരി, ഞാൻ പോണു.